മൂർത്തിത്വേ പരികൽപ്പിതശശഭൃതോ വർത്മാ പുനർജന്മനാമാത്മേത്യാത്മവിദാം ക്രതുശ്ച യജതാം ഭർത്താമരജ്യോതിഷാം ലോകാനാം പ്രളയോദയസ്ഥിതി വിഭുശ്ചാനേകധായഃ ശ്രുതൗ വാചന്നഃ സദദാത്വനേകകിരണസ്ത്രൈലോക്യദീപോ രവിഃ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂര്യനെ കുറിച്ചാണ് പഠിച്ചത്. സൂര്യനെ കുറിച്ച് ഇനിയും പറയാനുള്ളത് നമുക്ക് ചിങ്ങം രാശി പഠിക്കുമ്പോൾ അതിന്റെ ബാക്കി അതിനകത്ത് വരും. സൂര്യനെ കുറിച്ച് പഠിച്ചിട്ട് സൂര്യന്റെ രാശി ചിങ്ങം രാശി നമ്മൾ അങ്ങനെയാണ് പഠിപ്പിച്ച് പോരുന്നത്. സൂര്യനും ചിങ്ങവും പഠിക്കും, ചന്ദ്രനും കർക്കിടകവും പഠിക്കും, ചൊവ്വയും മേടവും വൃശ്ചികവും പഠിക്കും. അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ചിങ്ങൻ രാശിയെ കുറിച്ച് പഠിക്കുമ്പോൾ സൂര്യനെ കുറിച്ച് ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ അതിനകത്ത് വരും. അപ്പോൾ സൂര്യനെ കുറിച്ച് ചിങ്ങൻ രാശിയെ കുറിച്ച് പഠിക്കുമ്പോൾ ചിങ്ങം കാലപുരുഷന്റെ 5ാം രാശിയാണ്. കാലപുരുഷന്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ മേടമാണ് 1ാം രാശി, ഇടവൻ 2, മിഥുനം 3, കർക്കിടകം 4, ചിങ്ങം 5. 5 എന്ന് പറയുമ്പോൾ ശരീരത്തിന്റെ ഏത് ഭാഗത്തിനാണ് സൂചിപ്പിക്കുന്നത് അറിയാമോ? മേടം തല. എല്ലാവരും മ്യൂട്ട് ചെയ്യണം. മ്യൂട്ട് ചെയ്തില്ലെങ്കിൽ എക്കോ അടിക്കും. മേടം തലയാണ്, ഇടവം മുഖം, മിഥുനം കഴുത്ത് തോളുകള്, കർക്കിടകം ഹൃദയഭാഗം അല്ലെങ്കിൽ ഹൃദയം, ചിങ്ങം എന്ന് പറയുന്നത് വയറ് ഉദരഭാഗമാണ് ചിങ്ങത്തിനെ സൂചിപ്പിക്കുന്നത്. ചിങ്ങം സൂചിപ്പിക്കുന്ന ഉദരഭാഗം. അപ്പോൾ ഉദരഭാഗത്തെ സൂചിപ്പിക്കുന്നത് ഒരു രാശിയാണ് ചിങ്ങരാശി. അപ്പോൾ ചിങ്ങത്തിനെ കുറിച്ച് പറയുമ്പോൾ ഉദരഭാഗവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ വരും എന്ന് അതിൻ്റെ അർത്ഥം. മേടത്തിനെ ചിന്തിക്കുമ്പോൾ മേടം ചിന്തിക്കുന്ന സമയത്ത് തലയെ കുറിച്ചൊക്കെ പറയേണ്ടി വരും. ഇടവത്തിനെ ചിന്തിക്കുമ്പോൾ മുഖത്തിനെ കുറിച്ച് പറയേണ്ടി വരും. അങ്ങനെ ഓരോ രാശിക്കും ഓരോ പ്രത്യേകതയുണ്ട്. അപ്പോൾ ചിങ്ങം കാലപുരുഷന്റെ 5ാം രാശിയാണ്. ശരീരത്തിൽ ഉദരഭാഗത്തെ സൂചിപ്പിക്കുന്നു. ശരീരത്തിന്റെ ഉദരഭാഗത്തെ സൂചിപ്പിക്കുന്നു. ഇനി ചിങ്ങം സ്ഥിരരാശിയാണ്. നമ്മൾ രാശികളിലെ ചരം, സ്ഥിരം, ഉഭയം, ചരം, സ്ഥിരം, ഉഭയം അതറിയാമല്ലോ. മേടം ചരരാശി, ഇടവം സ്ഥിരരാശി, മിഥുനം ഉഭയരാശി, കർക്കിടകം ചരരാശി, ചിങ്ങം സ്ഥിരരാശി, കന്നി ഉഭയരാശി, ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ചിങ്ങം സ്ഥിരരാശിയാണ്. സ്ഥിരരാശിക്ക് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യവും ഉറച്ച തീരുമാനമെടുക്കുന്നവരായിരിക്കും. ഉറച്ച തീരുമാനവും അതുപോലെ ആചാര അനുഷ്ഠാനങ്ങളിൽ താല്പര്യമുള്ളവരുമായിരിക്കും. അതാണ് സ്ഥിരരാശിയുടെ പ്രധാനപ്പെട്ട 2 സ്വഭാവങ്ങൾ. ആചാര അനുഷ്ഠാനങ്ങളിലൊക്കെ താല്പര്യം ഉണ്ടാവും. ഏതൊരു കാര്യത്തിനും ഉറച്ച തീരുമാനമെടുക്കുന്നവരായിരിക്കും. ചിങ്ങം രാശിയിലൊക്കെ ജനിക്കുന്നവര് നല്ല സ്ട്രോങ് മൈൻഡായിരിക്കും. ഗർവിന്റെ രാശി എന്നാണ് അറിയപ്പെടുന്നത്. ഒരു ചിങ്ങം കാലപുരുഷന്റെ 5ാം രാശി ശരീരത്തിന്റെ ഉദരഭാഗത്തെ സൂചിപ്പിക്കുന്നു. ഇത് സ്ഥിരരാശിയാണ്. സ്ഥിരരാശി എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ചരം, സ്ഥിരം, ഉഭയം. സ്ഥിരരാശിയാണ്. സ്ഥിരരാശിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഉറച്ച തീരുമാനവും എടുക്കുന്നവരായിരിക്കും. ആചാര അനുഷ്ഠാനങ്ങളിൽ താല്പര്യമുള്ളവരുമായിരിക്കും. പിന്നെ ഇത് വന്നിട്ട് ആഗ്നേയ രാശി എന്ന് പറയും. ആഗ്നേയ രാശികളെ അതെല്ലാം നമ്മൾ തത്വങ്ങൾ പറയുമ്പോൾ ഫെയർ, എർത്ത്, എയർ, വാട്ടർ എന്ന് പറയും. അഗ്നി തത്വം, ഭൂമി തത്വം, മ്യൂട്ട് ചെയ്യണം. അഗ്നി തത്വം, ഭൂമി തത്വം, വായു തത്വം, ജലതത്വം, ഫെയർ, എർത്ത്, എയർ, വാട്ടർ, ഇങ്ങനെ 4 തത്വങ്ങളായിട്ട് രാശികളെ പിരിച്ചിട്ടുണ്ട്. മേടവും ചിങ്ങവും ധനുവും അഗ്നി രാശികൾ ആഗ്നേയ രാശി എന്ന് പറയും. മേടം, മേടത്തിന്റെ ത്രികോണം, മേടത്തിന്റെ 5, ചിങ്ങം.
അത് കഴിഞ്ഞ് ധനു, മേടം, ചിങ്ങം, ധനു അഗ്നി തത്വം എന്ന് പറയും. ഇടവം, കന്നി, മകരം ഭൂമി തത്വം എന്ന് പറയും. മിഥുനം, തുലാം, കുംഭം വായു തത്വം. കർക്കി, വൃശ്ചികം, മീനം ജലതത്വം എന്ന് പറയും. അപ്പോൾ ഇത് ഫെയറി സൈനാണ്. ഫെയറി സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്നി തത്വ രാശികളാണ്. അഗ്നി തത്വം എന്ന് വെച്ചാൽ ആഗ്നേയത്വം കൂടുതലായിരിക്കും. ഏതൊരു കാര്യത്തിനും ഭയങ്കര തീഷ്ണതയായിരിക്കും. അഗ്നി തത്വ രാശിയാണ് അഗ്നി തത്വ രാശി. പിന്നെ നമ്മൾ ഒരു കാര്യം കൂടെ പഠിച്ചു, രാശികളിലുള്ള വ്യത്യാസങ്ങൾ. പിന്നെ സ്ത്രീരാശി, പുരുഷരാശി, സ്ത്രീരാശി, പുരുഷരാശി, സ്ത്രീരാശി, പുരുഷരാശി, സ്ത്രീരാശി അങ്ങനെ പഠിച്ചു. അതിൽ പുരുഷരാശിയാണ്. പുരുഷരാശിയാകുമ്പോൾ പുരുഷ തത്വങ്ങളെ പ്രകടിപ്പിക്കും. ഗർവ്, അല്പ അഹങ്കാരം, സംരക്ഷിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഗർവ്, അഹങ്കാരം, സംരക്ഷിക്കുക, സംരക്ഷണം, പിന്നെ എന്തൊക്കെ ഇങ്ങനെയൊക്കെയുള്ള പുരുഷ തത്വങ്ങളെ പ്രകടിപ്പിക്കുന്ന രാശിയും കൂടെ ആകുന്നു. പുരുഷ തത്വവും കൂടെ പ്രകടിപ്പിക്കും. അങ്ങനെയും കൂടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു പുരുഷ തത്വം. അപ്പോഴും ചിങ്ങം കാലപുരുഷന്റെ 5ാം രാശി. ഇവിടുത്തെ അടയാളം എന്താണ്? ചിങ്ങത്തിന്റെ അടയാളം എന്താണ്? സിംഹം. സിംഹം. സിംഹരാശി. സിംഹം തന്നെ അറിയാം. സിംഹമാണ് ഇവിടുത്തെ അടയാളം. ചിങ്ങം കാലപുരുഷന്റെ 5ാം രാശി. ഈ രാശി ശരീരത്തിന്റെ ഉദരഭാഗത്തെ സൂചിപ്പിക്കുന്നു. ഇവിടുത്തെ അടയാളം സിംഹമാണ്. ഇത് പുരുഷരാശിയാണ്. പുരുഷരാശിയാകുമ്പോൾ പുരുഷ തത്വങ്ങൾ പ്രകടിപ്പിക്കും. അല്പം ഗർവ്, സംരക്ഷിക്കുക, അഹങ്കാരം കാണിക്കുക. അഹങ്കാരത്തിന്റെ ഗർവിന്റെയും രാശിയാണ്. സംരക്ഷണം, സംരക്ഷിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവർ ഉണ്ടാകും. പിന്നെ അത് കഴിഞ്ഞ് സ്ഥിരരാശിയാണ്. സ്ഥിരരാശിയാകുമ്പോൾ ഉറച്ച തീരുമാനം, ആചാരാനുഷ്ഠാനങ്ങളിൽ താല്പര്യം, ഇതൊക്കെ ഉണ്ടാവുക. പിന്നെ പുരുഷരാശി, സ്ഥിരരാശി, ആഗ്നേയരാശി, ആഗ്നേയത്വം ഉണ്ടാകും. പിന്നെ ഇവിടുത്തെ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്? ചിങ്ങൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്? മകം, മൂലം, ഉത്രത്തിക്കാൽ. മകം, ഉത്രത്തിൽ കാല്. മകവും പൂരവും ഉത്രത്തിൽ കാലുമാണ് ഇവിടുത്തെ നക്ഷത്ര സമൂഹം. മകത്തിന്റെ 4 പാദം, ഉത്രത്തിന്റെ 4 പാദം, അത്രത്തിന്റെ 1 പാദം ചേർന്ന് 9 പാദങ്ങളാണ് ഇവിടുത്തെ നക്ഷത്രം. മകം, പൂരം, ഉത്രത്തിൽ കാല്. ഇത്രയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട നക്ഷത്രം. മകം, പൂരം, ഉത്രത്തിൽ കാല്. ഉത്രത്തിന്റെ 1ാം പാദമാണ് ഇവിടുത്തെ നക്ഷത്രം. ഇത്രയാണ് ഇതിന്റെ പ്രാഥമികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഇത്രയൊക്കെയാണ്. ഒന്നുകൂടെ പറയാം. ചിങ്ങം കാലപുരുഷന്റെ 5ാം രാശി ശരീരത്തിന്റെ ഉദരഭാഗത്തെ സൂചിപ്പിക്കുന്നു. ഇത് സ്ഥിരരാശിയാണ്. സ്ഥിരരാശിയാകുമ്പോൾ ഉറച്ച തീരുമാനമെടുക്കുക, ആചാരാനുഷ്ഠാനങ്ങളിൽ താല്പര്യം ഉണ്ടാവുക. പുരുഷരാശിയാണ്. പുരുഷ തത്വങ്ങളെ പ്രകടിപ്പിക്കും. ഗർവ്, അഹങ്കാരം, അല്പ അഹങ്കാരം, പിന്നെ പുരുഷ തത്വമായ സംരക്ഷണം, ആളുകളുടെ സംരക്ഷണം ഏറ്റെടുക്കുക, ഉത്തരവാദിത്വ ബോധം, ഇതൊക്കെ പുരുഷ തത്വമാണ് ഉണ്ടാവുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ആഗ്നേയ രാശി, ആഗ്നേയത്വം ഉണ്ടാകും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ അടയാളം സിംഹമാണ് ഇവിടുത്തെ അടയാളം. നക്ഷത്രം മകം, പൂരം, ഉത്രത്തിന്റെ 1ാം പാദം അടങ്ങുന്ന 9 പാദങ്ങളാണ് ഇവിടുത്തെ നക്ഷത്ര പാദം. ഇത്രയാണ് നമ്മൾ പ്രധാനമായിട്ട് പഠിക്കാനുള്ള കാര്യം. ഇത്രയൊന്ന് ലൈറ്റായിട്ട് എഴുതാമോ? ഇത്രയൊന്ന് എഴുതാമോ എന്ന് ചോദിച്ചു. എഴുതിയിട്ട് ബാക്കി പറയാം. ഇനിയാണ് അടുത്താണ് കാര്യം കിടക്കുന്നത്. ചിങ്ങം രാശി. ചിങ്ങം രാശി. ചിങ്ങം കാലപുരുഷന്റെ 5ാം രാശിയാണ്. ചിങ്ങം കാലപുരുഷന്റെ 5ാം രാശിയാണ്.
ശരീരത്തിന്റെ ഉദരഭാഗത്തെ സൂചിപ്പിക്കുന്നു. ശരീരത്തിന്റെ ഉദരഭാഗത്തെ സൂചിപ്പിക്കുന്നു. ചിങ്ങം രാശിയുടെ അടയാളം സിംഹമാണ്. ചിങ്ങം രാശിയുടെ അടയാളം സിംഹമാണ്. ഇത് സ്ഥിരരാശിയാണ്. സ്ഥിരരാശിയാണ്. ഉറച്ച തീരുമാനമെടുക്കുക. ഉറച്ച തീരുമാനമെടുക്കുക. ആചാര അനുഷ്ഠാനങ്ങളിൽ താല്പര്യമുണ്ടാവുക. ആചാര അനുഷ്ഠാനങ്ങളിൽ താല്പര്യമുണ്ടാവുക. എന്നിവയാണ് സ്ഥിരരാശിയുടെ സ്വഭാവം. എന്നിവയാണ് സ്ഥിരരാശിയുടെ സ്വഭാവം. ചിങ്ങം ആഗ്നേയ രാശിയാണ്. ചിങ്ങം ആഗ്നേയ രാശിയാണ്. ഇത് പുരുഷ രാശിയാണ്. പുരുഷ തത്വങ്ങളായ സംരക്ഷണം, ഗർവ്, അഹങ്കാരം, എന്നിവ ഈ രാശിക്കാർക്കുണ്ടാകും. എന്നിവ ഈ രാശിക്കാർക്കുണ്ടാകും. എന്നിവ ഈ രാശിക്കാർക്കുണ്ടാകും. മകം, പൂരം, ഉത്രത്തിൽ കാൽ. മകം, പൂരം, ഉത്രത്തിന്റെ കാൽഭാഗമാണ് ഇവിടത്തെ നക്ഷത്ര സമൂഹം. മകം, പൂരം, ഉത്രത്തിന്റെ കാൽ ആണ് ഇവിടത്തെ നക്ഷത്രം. ശരി, ഇനി നമ്മൾ സൂര്യനിലും പഠിക്കും, അതുപോലെ ചിങ്ങം രാശിക്കും. രണ്ടും ഒരുപോലെയാണ്. സൂര്യന് പറയുന്നത് ചിങ്ങം രാശിക്ക് ബാധകം വരും, ചിങ്ങം രാശിക്ക് പറയുന്നത് സൂര്യനും ബാധകം വരും. അതുകൊണ്ട് രണ്ടും ലിങ്കാണ്. ഈ സൂര്യന്റെ പൊതുവായ സ്വഭാവം എന്താണ്? നമ്മൾ പോരയിലെ 2ാമത്തെ ചാപ്റ്ററിൽ 8ാമത്തെ പ്രമാണമാണ്. 8ാമത്തെ ശ്ലോകം 2-8. മധു പിങ്ങളതൃ ചതുരസ്രതനു പിത്തപ്രകൃതി സവിത അല്പകജ. മധു പിങ്ങളതൃക്. മധു പിങ്ങള, അതായത് 8-ല് 2ാമത്തെ ചാപ്റ്ററിൽ 8ാമത്തെ ശ്ലോകത്തിലെ ആദ്യത്തെ ലൈൻ.
മധു പിങ്ങളതൃക് ചതുരസ്ര തനു പിത്തപ്രകൃതി സവിതാവ് അല്പകജ. മധു പിങ്ങളതൃക്, മധു എന്ന് പറഞ്ഞാൽ തേന്, തേൻ നിറമുള്ള പിങ്ങള നിറമുള്ള കണ്ണുകൾ. അതായത് സൂര്യന്റെ രാശിയിൽ ജനിക്കുക, ചിങ്ങം രാശിയിൽ ജനിക്കുക, സൂര്യൻ ലഗ്നത്തിലൊക്കെ നിൽക്കുക, ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ കണ്ണുകള് പിങ്ങല നിറമുള്ള കണ്ണ് എന്ന് വെച്ചാൽ തേൻ നിറമുള്ള മഞ്ഞ നിറമുള്ള കണ്ണ്, അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കലങ്ങിയ കണ്ണുകൾ എന്നർത്ഥം. ഈ കലങ്ങിയ കണ്ണ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം, എന്താണ് അതിൻ്റെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ്? പിങ്ങല നിറമുള്ള കണ്ണ് അല്ലെങ്കിൽ കലങ്ങിയ കണ്ണ്, അതിൻ്റെ കണ്ണൊക്കെ കലങ്ങി അങ്ങ് ഒരു രൂപത്തിലൊക്കെ കാണപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഹലോ, മദ്യപനായിരിക്കും, മദ്യപാനി അങ്ങനെയൊക്കെ. മദ്യപാനിയല്ല, ദേഷ്യ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഗർവ്, ദേഷ്യത്തിന്റെ രൂപമാണ്. നല്ല ഗർവും ദേഷ്യവുമുള്ള രൂപമാണ്. കണ്ണൊക്കെ കലങ്ങുക എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഒരു കോപം വരിക, ദേഷ്യം വരിക, ദേഷ്യത്തിന്റെ അല്ലെങ്കിൽ ഗർവിന്റെയും അഹങ്കാരത്തിന്റെയും ഗർവിന്റെയും ദേഷ്യ സ്വഭാവം. മനുഷ്യന് എപ്പോഴും ദേഷ്യം വരുമ്പോൾ കണ്ണ് കലങ്ങുക. അതാണ് മധു പിങ്ങളതൃക്. മധു എന്ന് പറഞ്ഞാൽ തേന്, തേനിന്റെ കാരകത്വവും സൂര്യന് പറയാറുണ്ട്. മധു പിങ്ങളതൃക്, പിങ്ങല നിറമുള്ള കണ്ണുകൾ ഉള്ളവരായിരിക്കും എന്ന് പറഞ്ഞാൽ ദേഷ്യത്തിന്റെ സ്വഭാവമാണ് പിങ്ങല നിറം അല്ലെങ്കിൽ കലങ്ങിയ കണ്ണുകൾ. പിങ്ങല നിറം എന്ന് പറഞ്ഞാൽ കലങ്ങിയ കണ്ണുകൾ എന്നർത്ഥം. അത് ദേഷ്യത്തിന്റെ സൂചനയാണ്. ചതുരസ്ര തനു, ചതുരസ്ര തനു എന്ന് വെച്ചാൽ ചതുരാകൃതിയിലുള്ള ശരീരപ്രകൃതം. ചതുരം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ഉദ്ദേശിക്കുന്നത്? നീളവും വീതിയും തുല്യം എന്ന് പറഞ്ഞാൽ ഒത്ത ശരീരം എന്നർത്ഥം. പൊക്കം കൂടുതലെങ്കിൽ അതിന് ഒത്ത വണ്ണവും ഉണ്ടാവും, പൊക്കം കുറവെങ്കിൽ വണ്ണവും കുറവായിരിക്കും. അങ്ങനെയുള്ള സാധാരണയായിട്ട് ചിങ്ങം രാശിക്കാർ പൊക്കവും വണ്ണവും ഒരുപോലെ ഉള്ളവരായിരിക്കും. പൊക്കവും വണ്ണവും കുറഞ്ഞവർ വളരെ റെയറായിട്ടേ ഉണ്ടാവുകയുള്ളൂ. ചിങ്ങം രാശിക്കാരാണെങ്കിൽ ചന്ദ്രൻ ചിങ്ങം രാശിയിൽ നിൽക്കുക, അല്ലെങ്കിൽ ചിങ്ങ ലഗ്നത്തിൽ വരിക, സൂര്യന്റെ രാശി ലഗ്നമായിട്ട് വരിക, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ചതുരസ്ര തനു, പ്രൊപ്പോർഷണൽ ബോഡി അല്ലെങ്കിൽ പൊക്കവും പൊക്കത്തിനൊത്ത വണ്ണവും ഉള്ളവരായിരിക്കും. ഇപ്പൊ നീളവും വീതിയും എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പൊക്കവും വണ്ണവും ഉദ്ദേശിക്കുന്നത് രണ്ട് കൈയിനെ എടുത്ത് ഇങ്ങനെ നീട്ടി പിടിച്ചു കഴിഞ്ഞാൽ, രണ്ട് സൈഡായിട്ട് നീട്ടി പിടിച്ചു കഴിഞ്ഞാൽ ആ നടുവിരൽ ടു നടുവിരൽ, രണ്ട് കൈയിനെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ പിടിക്കുമല്ലോ, ഇങ്ങനെ രണ്ടെണ്ണം ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ രണ്ടെണ്ണം നീട്ടി പിടിക്കുമ്പോൾ നടുവിരൽ ടു നടുവിരൽ ഉള്ള ഡിസ്റ്റൻസും ഹൈറ്റും സെയിം ആയിരിക്കും. അതാണ് പ്രൊപ്പോർഷണൽ ബോഡി എന്ന് പറയുന്നത്. ചതുരസ്ര തനു, പൊക്കവും പൊക്കത്തിനൊത്ത വണ്ണവും ഉള്ളവരായിരിക്കും. പൊക്കം കൂടുതലെങ്കിൽ വണ്ണവും കൂടുതലായിരിക്കും, പൊക്കം കുറവെങ്കിൽ വണ്ണവും കുറവായിരിക്കും. അതാണ് ചതുരസ്ര തനു എന്ന് പറയുന്നത്. സൂര്യനെ സംബന്ധിച്ചുള്ള എല്ലാ വസ്തുക്കൾക്കും അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടാവും. അപ്പോൾ മധു പിങ്ങളതൃക് ചതുരസ്ര തനു പിത്തപ്രകൃതി. സൂര്യന് പിത്തത്തിന്റെ കാരകത്വം സൂര്യനുണ്ട്. നമ്മൾ സൂര്യനെ കുറിച്ച് പഠിച്ചു, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. പിത്തപ്രകൃതി എന്ന് വെച്ചാൽ ചൂടുള്ള ശരീരം അല്ലെങ്കിൽ തിളക്കമാർന്ന ശരീരമായിരിക്കും. അതാണ് പിത്തപ്രകൃതി എന്ന് പറയുന്നത്. പിത്തം എന്ന് പറഞ്ഞാൽ ശരീരത്തിന് ചൂട് കൂടുതലായിരിക്കും, നല്ല തിളക്കമുള്ള ശരീരമായിരിക്കും, കാണാൻ നല്ല ഗ്ലേസിംഗ് ആയിരിക്കും. പിത്തപ്രകൃതി. സവിതാവ് അല്പകച, തലമുടി കുറവായിരിക്കും. അല്പകച, തലമുടി കുറവ്. ചിങ്ങം രാശിയിൽ ജനിക്കുക, സൂര്യൻ ചിങ്ങത്തിൽ നിൽക്കുക അല്ലെങ്കിൽ ലഗ്നത്തിൽ സൂര്യൻ നിൽക്കുക, ചിങ്ങം രാശിയിൽ ജനിക്കുന്നവർക്ക് തലമുടി കുറവായിരിക്കാൻ എല്ലാവർക്കും അങ്ങനെ വരണമെന്നുള്ള നിർബന്ധമില്ല. ലഗ്നത്തിൽ വേറെ ഗ്രഹങ്ങൾ നിന്ന് കഴിഞ്ഞാൽ സ്വഭാവം മാറും. ലഗ്നത്തിൽ ഗ്രഹങ്ങളൊന്നുമില്ല, സൂര്യൻ നിന്ന് കഴിഞ്ഞാൽ ലഗ്നത്തിൽ സൂര്യൻ നിൽക്കുകയാണെങ്കിൽ തലമുടി കുറവായിട്ടേ ഇരിക്കുള്ളൂ. അപ്പോൾ സൂര്യന്റെ അല്ലെങ്കിൽ ചിങ്ങൻ രാശിയുടെ ഒരു പ്രകൃതം പറയുന്നത് ഓരയിലെ 2-ല് 8-ാമത്തെ പ്രമാണത്തിലാണ്. മധു പിങ്ങളതൃക് ചതുരസ്ര തനു പിത്തപ്രകൃതി സവിത അല്പക. സവിതാവ് എന്ന് പറഞ്ഞാൽ സൂര്യൻ, അല്പകച
ചിങ്ങം രാശിയിൽ ജനിക്കുക, അല്ലെങ്കിൽ സൂര്യൻ ലഗ്നത്തിൽ നിൽക്കുക, ഇങ്ങനെയൊക്കെ വന്നാൽ പിങ്ങള നിറമുള്ള കണ്ണുകളുള്ളവരും അല്ലെങ്കിൽ മഞ്ഞ നിറമുള്ള കണ്ണുകൾ, കലങ്ങിയ കണ്ണുകളുള്ളവരും ആയിരിക്കും. അതായത് ദേഷ്യത്തിന്റെ സ്വഭാവമാണ് കലങ്ങിയ കണ്ണുകൾ. ചതുരശ്ര തനു, അതായത് പ്രൊപ്പോർഷണൽ ബോഡി ആയിരിക്കും. പൊക്കവും പൊക്കത്തിനൊത്ത വണ്ണവും ഉള്ളവരായിരിക്കും. പൊക്കം കുറവായാൽ വണ്ണവും കുറവായിരിക്കും, പൊക്കം കൂടിയാൽ വണ്ണവും കൂടുതലായിരിക്കും. പിത്തപ്രകൃതി, ചൂടുള്ള ശരീരം അല്ലെങ്കിൽ തിളക്കമാർന്ന ശരീരമായിരിക്കും. അല്പകച, തലമുടി കുറഞ്ഞ ആൾക്കാരാണ്, തലമുടി കുറവായിരിക്കും. ഇതാണ് സൂര്യന്റെ പ്രകൃതം. മധു പിങ്ങളതൃക്, ചതുരശ്ര തനു, പിത്തപ്രകൃതി, സവിതാവ്, അല്പകച. മനസ്സിലായോ ഇല്ലയോ? സംശയമുണ്ടോ? മനസ്സിലായോ എന്ന് ചോദിച്ചു. ഈ ശ്ലോകം എല്ലാവർക്കും കാണാതെ പറയാൻ പറ്റുമോ? മധു പിങ്ങളതൃ, ചതുരശ്രതനു, പിത്തപ്രകൃതി, സവിതാവ്, അല്പകച. ഇനി ചിങ്ങം രാശിയെ കുറിച്ച് പറയുന്ന ആധികാരികമായിട്ട് പറയുന്നത് കോരയില് 16ാമത്തെ ചാപ്റ്ററിൽ 5ാമത്തെ ശ്ലോകം. അത് ഞാനൊന്ന് വായിക്കാം. 16:5. തീഷ്ണ ഒന്ന് വായിച്ച് വിട്ടിട്ട് എന്നെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അത്രയുമേ ഇന്ന് നടക്കുള്ളൂ. തീഷ്ണ സ്ഥൂലകനു വിശാലവദന പിംഗലേക്ഷണോ അല്പാത്മജ സ്ത്രീദ്വേഷി പ്രിയമാംസകാനനക കുപ്യത്യകാര്യ ചിരം ശുത്രുഷ്ണോദര ദന്തമാനസരുജ സംപീഡിതസ്ഥാഗവാൻ വിക്രാന്ത സ്ഥിരതി സുഗർവിതമന മാതൃവിധേയോ അർക്കഭേ. ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് ഓരോന്നും കാണാതെ പഠിക്കാം, പക്ഷെ അതിന്റെ അർത്ഥം മനസ്സിലാക്കി പഠിക്കണം. ആദ്യം പറയുന്ന വാക്ക് നോക്കിക്കൊള്ളു. തീഷ്ണ, ഭയങ്കര തീഷ്ണത ഉള്ളവരായിരിക്കും. ഭയങ്കരമായ ഗർവവും കാര്യവും. തീഷ്ണ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നതാണ് ഏതൊരു കാര്യവും അല്പം ഗർവവും സാമർത്ഥ്യത്തോടു കൂടി ഇടപെടുക. എല്ലാം എന്നെ കൊണ്ട് കഴിയും, ഞാനൊരു വലിയ സംഭവമാണ് എന്നുള്ള ഒരു തോന്നല്. സൂര്യന്റെ ഒരു പ്രഭാവം, സൂര്യന്റെ പ്രഭാവമൊക്കെ എങ്ങനെയാണ്? തീഷ്ണതയോടുകൂടിയുള്ള പ്രവൃത്തിയായിരിക്കും. എല്ലാത്തിനും ഗർവവും അല്പം ഗർവവും സാമർത്ഥ്യവും കാണിക്കുന്ന. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അതാണ്. തീഷ്ണ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അതാണ്, തീഷ്ണത. അടുത്ത് സ്ഥൂല, എല്ലാ രാശിക്കും ഓരോ രാശി പറയുമ്പോഴും അതിൻ്റെ കുറച്ച് ആടിന്റെ സ്വരൂപത്തിനെ കുറിച്ച് കുറച്ച് പറയും. ഇപ്പൊ മേടൻ രാശിയെക്കുറിച്ച് പറഞ്ഞാലും ഇടവൻ രാശിയെക്കുറിച്ച് പറഞ്ഞാലും മിഥുനൻ രാശിയെക്കുറിച്ച് പറഞ്ഞാലും ആളിന്റെ സ്വരൂപം, അയാളെ കണ്ണെങ്ങനെ ഇരിക്കും, മുഖം എങ്ങനെ ഇരിക്കും, ശരീരം കാണാൻ എങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ കൈകാലുകള്, തുടകള്, മൂക്ക്, കണ്ണ്, ഇങ്ങനെ എന്തെങ്കിലും കുറെ കാര്യങ്ങളെ കുറിച്ച് വർണ്ണിക്കും. അപ്പോൾ ഇവിടെ വർണ്ണിക്കുന്നത് സ്ഥൂലകനു വിശാലവദന പിംഗലേക്ഷണോ, ഇത്രയും കാര്യങ്ങൾ പറയുന്നു. സ്ഥൂലകനു, തടിച്ച താടി. വിശാലവദന, വിശാലമായ മുഖമായിരിക്കും. പിംഗലേക്ഷണോ, നമ്മൾ നേരത്തെ പഠിച്ചില്ല പിംഗലേക്ഷണം. ഇപ്പൊ നേരത്തെ ഒരു ശ്ലോകത്തിൽ പഠിച്ചില്ലേ, മധു പിങ്ങളതൃക്ക് എന്ന് പഠിച്ച ഓർമ്മയുണ്ടോ? ഇപ്പൊ പഠിച്ചു തീർത്തത് കഴിഞ്ഞ ശ്ലോകത്തിൽ. മധു പിങ്ങളതൃ ചതുരശ്രതനു പിത്തപ്രകൃതി സവിതാവ് അല്പകജ. അത് സൂര്യനെ കുറിച്ച് പറഞ്ഞതാണ്. ഇനി ചിങ്ങത്തിനെ കുറിച്ച് പറയുമ്പോഴും ആ പിംഗലേക്ഷണോ എന്നുള്ള വാക്ക് അവിടെയും വരുന്നുണ്ട്. അപ്പോൾ സൂര്യനെ കുറിച്ച് പറയുന്ന അതേ പോയിന്റ് തന്നെ ചിങ്ങം രാശിയെ കുറിച്ച് പറയുമ്പോഴും വരുന്നു. അപ്പൊ അതാണ് പറഞ്ഞത് സൂര്യനും ചിങ്ങവുമായിട്ടൊരു ബന്ധമുണ്ടെന്ന്. തീഷ്ണ സ്ഥൂലഹനു വിശാലവദന പിംഗലേക്ഷണ. തീഷ്ണതയോടുകൂടിയും ഗർവവും അഹങ്കാരത്തോടു കൂടിയുമുള്ള പ്രവർത്തികളായിരിക്കും. അതാണ് തീഷ്ണ. സ്ഥൂലഹനു, തടിച്ച താടിയല്, താടി നല്ല തടിച്ചതായിരിക്കും. വിശാലവദന, വിശാലമായി നല്ല പരപ്പോടുകൂടിയ മുഖമുള്ളവരാണ്. പിംഗലേക്ഷണ, കലങ്ങിയ മഞ്ഞ നിറമുള്ള കലങ്ങിയ അല്ലെങ്കിൽ പിംഗല നിറമുള്ള കണ്ണുകളുള്ളവരാണ്. ഇതാണ് ആദ്യത്തെ സെന്റൻസിൽ പറയുന്നത്. അപ്പോൾ തീഷ്ണ, സ്ഥൂലകനു,
വിശാലപതന പിംഗലേക്ഷണം. ഇതിൽ മനസ്സിലാവാനൊന്നുമില്ലല്ലോ. തീഷ്ണ സ്ഥൂലകനു വിശാലവതന പിംഗലേക്ഷണം. അടുത്ത് പറയുന്നു അല്പാത്മജ, സന്താനം കുറഞ്ഞവരായിരിക്കും. അതെന്തിനങ്ങനെ പറയുന്നേ? അല്പാത്മജോ, രാശിയിൽ ജനിക്കുന്നവർക്ക് സന്താനം കുറവായിരിക്കും. അതറിയാമോ ആർക്കെങ്കിലും? പഴയ ബാച്ചിലൊക്കെ ഇരുന്ന ആൾക്കാരുണ്ടല്ലോ, ഒന്ന് പറഞ്ഞു നോക്കണം. കാലപുരുഷന്റെ 5ാം ഭാവം ആയതുകൊണ്ടാണോ സാർ? അത് ഒരു റീസണാണ്. കാലപുരുഷന്റെ 5ാം ഭാവം കൊണ്ട് സന്താനത്തിനെ പറയാം, അത് ഒരു കാരണം. പക്ഷേ 4 രാശികള് അല്പപുത്ര രാശികളായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. 4 രാശികൾ, 12 രാശിയില് 4 രാശികൾ, 3 സ്ഥിരരാശിയും 1 ഉഭയരാശിയും. ഇടവം, ചിങ്ങം, വൃശ്ചികം. ഇടവം, ചിങ്ങം, വൃശ്ചികം 3 സ്ഥിരരാശിയല്ലേ? ഇടവം, ചിങ്ങം, വൃശ്ചികം ഒന്ന് നോക്കണം. അതെ. ഇനി ഒന്ന് കന്നി. ഈ 4 രാശിയും അല്പപുത്ര രാശികളാണ്. സന്താനം കുറവായിരിക്കും. വളരെ അത്യാവശ്യപ്പെട്ട ഒരു പോയിന്റാണ്. നമ്മൾ സന്താന വിഷയങ്ങളൊക്കെ പ്രശ്നമൊക്കെ വയ്ക്കുമ്പോൾ ഈ രാശികൾ കിട്ടിക്കഴിഞ്ഞാൽ സന്താനം കുറവായിരിക്കും എന്ന് പറയും. ഈ രാശികളാണ് കിട്ടുകയാണെങ്കിൽ സന്താനം കുറവായിരിക്കും എന്ന് പറയും. അതായത് ഇടവം, ചിങ്ങം, വൃശ്ചികം, കന്നി. ഇടവം, ചിങ്ങം, വൃശ്ചികം, കന്നി 5ഉം 4ഉം അല്പപുത്ര രാശികളായിരിക്കും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അത് അല്പാത്മജ, ഈ രാശിയിൽ ജനിക്കുന്നവർക്ക് സന്താനം കുറവായിരിക്കും. ഇത് പിന്നെ ഒരു കാര്യമുണ്ട്. ഒരാൾ ചിങ്ങൻ രാശിയിൽ ജനിച്ചു, അയാളെ ഭാര്യ വേറെ ഒരു രാശിയിലാണ് ജനിക്കുന്നെങ്കിൽ വലിയ കുഴപ്പം വരില്ല. അതല്ല, ചിങ്ങൻ രാശിയിൽ ജനിച്ചു, ഭാര്യയും ഭർത്താവും ഇതുപോലെ അല്പപുത്ര രാശിയിൽ ജനിച്ചാൽ സന്താനം കുറവായിട്ടേ ഇരിക്കുള്ളൂ. ഇന്നത്തെ കാലത്ത് ഒന്നൊക്കെ ഉണ്ടാവുള്ളൂ. എനിക്കറിയാവുന്ന ഒരാളുണ്ട്, ഒരാൾ ചിങ്ങൻ രാശി, ഒരാൾ ഇടവൻ രാശി, ഒരു സന്താനമേ ഉള്ളൂ. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചു വന്നത് തീഷ്ണ, സ്ഥൂലകനോ, വിശാലപതന, പിംഗലേക്ഷണോ, അല്പാത്മജ. തീഷ്ണമായതും അഹങ്കാരവും ഗർവുമുള്ള സ്വഭാവക്കാരായിരിക്കും. തടിച്ച താടിയലുള്ളവരായിരിക്കും. വിശാലമായ പരപ്പോടുകൂടിയ മുഖമുള്ളവര്, പീങ്ങല നിറം അല്ലെങ്കിൽ കലങ്ങിയ കണ്ണുകളുള്ളവര്, സന്താനങ്ങൾ കുറഞ്ഞവരായിരിക്കും. അടുത്ത് സ്ത്രീദ്വേഷി എന്നൊരു വാക്ക് പറയും. ഇത് വളരെ കൃത്യമാണ്. ഈ രാശിയിൽ ജനിച്ച സ്ത്രീകളാണെങ്കിൽ, ഈ രാശിയിൽ ജനിച്ച പുരുഷന്മാരാണെങ്കിൽ സ്ത്രീകളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകില്ല. പുരുഷന്മാരാണെങ്കിൽ സ്ത്രീകളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകില്ല. സ്ത്രീകളാണെങ്കിൽ പുരുഷന്മാരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകില്ല. അല്പം ഗർവം ഉണ്ടാവും. ഓപ്പോസിറ്റ് സെക്സിനോടുകൂടെ അല്പം ഗർവോടുകൂടി ഇടപെടും. സ്ത്രീദ്വേഷി. അത് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്നുള്ളത് നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. ഇത് വളരെ കൃത്യമാണ്. നമ്മുടെ അനുഭവങ്ങളിൽ നിന്നും നമ്മൾ ഇഷ്ടംപോലെ പഠിപ്പിച്ചും ജാതകങ്ങളിൽ നിന്നും മനസ്സിലാക്കിയിട്ടുള്ളതാണ്. സ്ത്രീകളെ ദ്വേഷിക്കുക. സ്ത്രീകളാണെങ്കിൽ പുരുഷ ദ്വേഷിയായിരിക്കും, പുരുഷനാണെങ്കിൽ സ്ത്രീ ദ്വേഷിയായിരിക്കും. അതായത് എതിർ ലിംഗത്തിനോടുകൂടെ വലിയൊരു ബഹുമാനമില്ലാത്ത ഇടപാടുകളുണ്ടാവും. സ്ത്രീദ്വേഷി. അടുത്ത് പ്രിയ മാംസ കാനന നഖ. മാംസത്തിനോടും മത്സ്യമാംസാദികളോട് താല്പര്യമുള്ളവരായിരിക്കും. മല, പർവ്വതം, കാട്, പർവ്വതനിരകള് ഇതൊക്കെ സഞ്ചരിക്കാൻ താല്പര്യമുള്ളവരായിരിക്കും. ചിങ്ങൻ രാശിയുടെ ആളാരാണ്? സിംഹം കിടക്കുന്നത് വനത്തിലാണ്. ആ സ്വഭാവമൊക്കെ ഉണ്ടാവും. അതായത് ചിങ്ങം രാശിയിൽ ജനിച്ച ഒരാൾ ഒത്ത ചിങ്ങം രാശിയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ സൂര്യൻ അവിടെ നിൽക്കുകയോ നോക്കുകയൊക്കെ ചെയ്യണം, എന്നാലേ ചിങ്ങത്തിന് ബലമുണ്ട്. ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ചോദിക്കണം, നമുക്ക് കന്യാകുമാരി പോകണമോ അല്ലെങ്കിൽ ഊട്ടിയിൽ പോകണമെന്ന് ചോദിച്ചാൽ അവർ ഊട്ടിയിൽ പോകണമെന്നേ പറയും.
അല്ലെങ്കിൽ മൂന്നാർ പോകണമോ കന്യാകുമാരിയിൽ പോകണമോ എന്ന് ചോദിച്ചാൽ സമുദ്രമായിട്ടൊന്നും വലിയ ബന്ധം അവർക്കുണ്ടാവില്ല. പ്രകൃതിയായിട്ട് ഭയങ്കര അടുപ്പമുള്ള ആൾക്കാരായിരിക്കും. മല, കാട്, പർവ്വതനിരകൾ സഞ്ചരിക്കാൻ ഭയങ്കര താല്പര്യമുള്ളവരായിരിക്കും. പ്രകൃതിയായിട്ട് ഭയങ്കര ഇണക്കമായിരിക്കും. ഇതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം. പ്രിയ മാംസവും മാംസ ആഹാരങ്ങളും, നോൺ വെജിറ്റേറിയൻ ഫുഡ്, മത്സ്യമാംസാദികളോടുകൂടി താല്പര്യമുള്ളവരും മല, പർവ്വതനിര, കാടുകളിൽ സഞ്ചരിക്കാൻ താല്പര്യമുള്ളവരുമായിരിക്കും. പ്രിയ മാംസ കാനന നഖ. അപ്പോ ശ്ലോകം പറയുന്നത് എങ്ങനെയാണ്? ഈ ശ്ലോകത്തിനെ പഠിച്ചു വച്ചിരുന്നാലേ എളുപ്പം വരുള്ളൂ. നിങ്ങൾ കഴിയുമെങ്കിൽ പഠിക്കുക, നിർബന്ധമൊന്നുമില്ല. പഠിച്ചിരുന്നാൽ അത് ആ ഒരു പോയിന്റ് കേൾക്കുമ്പോൾ അതുമായിട്ട് കണക്ഷൻ ഉള്ളത് എല്ലാം വരുമെന്ന്. തീഷ്ണ, സ്ഥൂലകനു, വിശാലപതന, പിംഗലേക്ഷണ, അല്പാത്മജ, സ്ത്രീദ്വേഷി, പ്രിയമാംസ കാനന നഖ. അടുത്ത് പറയുന്നുണ്ട് കുപ്യത്യകാര്യേ ചിരം. കുപ്യതി അകാര്യേ ചിരം. കാലങ്ങളോളം മനസ്സിൽ വാശി സൂക്ഷിക്കുക. ആരെങ്കിലും നമ്മുടെ വീട്ടിൽ കൊച്ചുകുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ചിങ്ങൻ രാശിയിൽ ജനിച്ചവർ എന്തെങ്കിലും നമ്മൾ ഉപദ്രവിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വെച്ച് തൂക്കിപ്പിടിച്ച് കൊടുക്കണം. എന്നെ അന്ന് അങ്ങനെ പറഞ്ഞു, എന്നെ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ അടുത്ത് അതും അങ്ങനെ കാണിച്ചു, ഇങ്ങനെ കാണിച്ചു, അവൻ ശരിയല്ല, ഇങ്ങനെ പറഞ്ഞ് കാലങ്ങളോളം വാശി മനസ്സിൽ സൂക്ഷിക്കുക. കുപ്യതി അകാര്യേ ചിരം. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ വാശി സൂക്ഷിക്കുക, അല്ലെങ്കിൽ വൈരാഗ്യം മനസ്സിനകത്ത് സൂക്ഷിക്കുക. ഇങ്ങനെയുള്ള സ്വഭാവം ഉണ്ടാകും. ഇത് നോക്കിക്കൊണ്ടോ. ഇതൊക്കെ വളരെ കൃത്യമായിട്ട് പറയപ്പെട്ട പോയിന്റുകളാണ്. കുപ്യതി അകാര്യേ ചിരം എന്നാണ്. ചിരം ദേഷ്യപ്പെടുക, ദേഷ്യം അല്ലെങ്കിൽ ആവശ്യമില്ലാതെ കാലങ്ങളോളം മനസ്സിൽ വാശി സൂക്ഷിക്കുക എന്നാണ് എഴുതേണ്ടത്. കാലങ്ങളോളം മനസ്സിൽ വാശി സൂക്ഷിക്കുന്ന സ്വഭാവക്കാരായിരിക്കും. കാലങ്ങളോളം മനസ്സിൽ വാശി സൂക്ഷിക്കുന്ന സ്വഭാവക്കാർ. അപ്പോൾ ഇപ്പോഴും നമ്മൾ പഠിച്ച പോയിന്റുകൾ: തീഷ്ണ, സ്ഥൂലകനോ, വിശാലപതന, പിംഗലേക്ഷണ, അല്പാത്മജോ, സ്ത്രീദ്വേഷി, പ്രിയമാംസ കാനന നഖ, കുപ്യത്യകാര്യേ ചിരം. കുപ്യതി അകാര്യേ ചിരം. തീഷ്ണതയോടുകൂടിയും മനസ്സിൽ വാശി വൈരാഗ്യത്തോടു കൂടിയുമുള്ള പ്രവർത്തികൾ. വിശാലമായതും പരപ്പോടുകൂടിയതുമായ മുഖം. പിങ്ങള നിറമുള്ളതും കലങ്ങിയതുമായ കണ്ണുകൾ. സന്താനശേഷി, സന്താനങ്ങളുടെ എണ്ണം കുറഞ്ഞ ആൾക്കാരായിരിക്കും. സ്ത്രീകൾ അല്ലെങ്കിൽ പുരുഷന്മാരെ, സ്ത്രീകളാണെങ്കിൽ സ്ത്രീ ജാതകമാണെങ്കിൽ പുരുഷനോടുകൂടിയും പുരുഷ ജാതകമാണെങ്കിൽ സ്ത്രീയോടുകൂടിയും ഇണങ്ങിപ്പോകുന്നവരല്ല. അതാണ് അതിൻ്റെ അർത്ഥം. മത്സ്യമാംസാദി ആഹാരങ്ങളോട് താല്പര്യമുള്ളവരും മല, പർവ്വതം, കാടുകള് സഞ്ചരിക്കാൻ താല്പര്യമുള്ളവരുമായിരിക്കും. കുപ്യതി അകാര്യ ചിരം. കാലങ്ങളോളം മനസ്സിൽ വാശി സൂക്ഷിക്കുന്നവരായിരിക്കും. ഇത്രയും ഓർമ്മ വരൂലേ? ഇത്രയും പഠിച്ച ഓർമ്മ വരൂലേ? അടുത്ത് ശത്രുഷ്ണോദര ദന്തമാനസരുജ. ചിങ്ങം കാലപുരുഷന്റെ എത്രാമത്തെ രാശിയാണ്? 5. 5 കൊണ്ട് എന്തിനെയൊക്കെ ചിന്തിക്കാം? സന്താനത്തിനെ ചിന്തിക്കാം, മനസ്സിനെ ചിന്തിക്കാം, പിന്നെ ശരീരത്തിന്റെ ഒന്ന് മ്യൂട്ട് ചെയ്യണം. പ്രജ്ഞാമേധ, പ്രതിഭ, വിവേകശക്തി, പുരാതനം, പുണ്യം, ഇതിനെക്കുറിച്ച് 5-ാം ഭാവം കൊണ്ടുള്ളതല്ല. അപ്പോൾ പ്രധാനമായിട്ട് സന്താനത്തിനെ ചിന്തിക്കാം. അതിന്റെ ഒരു പോയിന്റ് നമ്മളിപ്പോൾ പറഞ്ഞു. സന്താനം കുറവായിരിക്കുന്നു. ഇനി മനസ്സിനെ ചിന്തിക്കാം, ഉദരഭാഗം, ശരീരത്തിന്റെ ഉദരഭാഗത്തിനെ ചിന്തിക്കാം. ഇതെല്ലാം നമുക്ക് ചിന്തിക്കാം. അപ്പോഴതാണ് ഉഷ്ണ രോഗങ്ങള്, ഉദര രോഗങ്ങള്, മാനസിക രോഗങ്ങള്, രുച എന്ന് പറഞ്ഞാൽ അസുഖം, ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരാം. അപ്പോൾ ഇതെല്ലാം ആ രാശിയായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നതാണ്. അതായത് സന്താനം കുറവായിരിക്കുമെന്ന് ആദ്യം പറഞ്ഞു, 5-ാം ഭാവമായതുകൊണ്ടാണ്. അത് പാപരാശിയുമാണ്.
സൂര്യന്റെ രാശി പാപരാശിയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ നല്ലതല്ല, അപ്പോൾ സന്താനം കുറവായിരിക്കും എന്ന് പറഞ്ഞു. അടുത്തിപ്പോ പറയാണ് ഉഷ്ണരോഗങ്ങൾ. സൂര്യൻ ഉഷ്ണത്തിന്റെ ആളാണ്, അറിയാമല്ലോ. ഉഷ്ണഗ്രഹമാണ്, ആഗ്നേയ രാശിയാണ്. ആഗ്നേയ രാശിയാകുമ്പോൾ അഗ്നി തത്വം, അപ്പോൾ ഉഷ്ണത്തിന്റെ ആളാണ്. ഉഷ്ണരോഗങ്ങളും ഉദരരോഗം, ചിങ്ങം രാശി ശരീരത്തിന്റെ ഉദരഭാഗത്തെ സൂചിപ്പിക്കുന്നു എന്ന് നമ്മൾ എഴുതി. ഉദരരോഗം മനസ്സിന് അലട്ടുന്ന പ്രശ്നങ്ങൾ, മാനസിക രോഗമൊന്നും പറയണ്ട, മനസ്സിന് അലട്ടുന്ന പ്രശ്നം. കാരണം 5ാം ഭാവം കൊണ്ട് മനസ്സിനെ ചിന്തിക്കാം, മാനസരുച ഇതൊക്കെ ഉണ്ടാവും. പിന്നെ വേറെയും സൂര്യന് വേറെയും പ്രത്യേകതകളുണ്ട്. പല്ലിന് അസുഖം വരാം, അസ്ഥിക്ക് അസുഖം വരാം. പല്ല്, അസ്ഥി. ഈ പല്ലിന് കുഴപ്പം വരാൻ കാര്യം എന്താണ് പറയുന്നത്? ശുംഖത്തിൽ ഏറ്റവും പ്രധാനം എന്താണ്? ശുംഖത്തിന്റെ ആയുധങ്ങളിൽ ഏറ്റവും പ്രധാനം ഏതാണ്? പല്ല്. കാടിച്ച് കയറിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയില്ല. ആനയായാലും ശരി, കുതിരയായാലും ശരി, ഒരു കടി കിട്ടിക്കഴിഞ്ഞാൽ കിട്ടിയത് തന്നെ, പിന്നെ രക്ഷയില്ല. ആദ്യം കൈ കൊണ്ടെടുത്ത് ഒരു അടിയടിക്കും, നഖവും എടുത്ത് ഒരു അടിയടിച്ച് പല്ല് കൊണ്ട് കടിച്ച് കീറിക്കഴിഞ്ഞാൽ പിന്നെ ഇല്ല. അതാണ് പല്ലിനാണ് പ്രധാനം. പല്ലിന്റെ കാരകത്വം ചിങ്ങൻ രാശിക്കും സൂര്യനും കൊടുത്തേക്കുന്നു. പല്ല്. അസ്ഥിയുടെ കാരകത്വമുണ്ട്. ഈ ചിങ്ങൻ രാശിയിൽ ജനിച്ചവർക്ക് പല്ലിന് പ്രശ്നം വരാൻ കഴിയുന്നു. കറക്റ്റ് ആയിരിക്കും. ചിങ്ങൻ രാശിയിൽ ജനിക്കുകയും അവിടെ ഒരു പാപബന്ധവും വന്നാൽ പല്ലിന് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ യെസ് എന്ന് പറയും. അസ്ഥിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? യെസ് എന്ന് പറയും. പക്ഷെ രാശിയിൽ മാത്രം വന്നിട്ട് കാര്യമില്ല. അത് നമുക്ക് പാപചിന്ത പഠിക്കുമ്പോഴേ പറ്റുള്ളൂ. ഒരു പാപബന്ധവും കൂടി വരണം. ശത്രു, ഉഷ്ണ, ഉദര, ദന്ത, മാനസ, രുച. ഉഷ്ണരോഗങ്ങള്, ഉദരരോഗങ്ങള്, മനസ്സിനലട്ടുന്ന പ്രശ്നങ്ങള്, പല്ല്, അസ്ഥി സംബന്ധമായ രോഗങ്ങള് ഒക്കെ ചിങ്ങം രാശിക്കാർക്ക് ഉണ്ടാകാൻ ഇടവരും. അതിന്റെ കാരണം 5ാം ഭാവം കൊണ്ട് സന്താനത്തെ ചിന്തിക്കാം, മനസ്സിനെ ചിന്തിക്കാം, ഉദരത്തിനെ ചിന്തിക്കാം. സിംഹത്തിനെ സംബന്ധിച്ച് പല്ലിന് പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് അവയെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി വെച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ്, മനസ്സിലാക്കി വെക്കാൻ എളുപ്പം. ചിങ്ങൻ രാശിയുടെ പ്രത്യേകത എന്തെന്ന് മാത്രം ഔട്ട്ലൈനായിട്ട് പഠിച്ചിരുന്നാൽ ഫലം പറയാൻ എളുപ്പം. വേറെ ആവശ്യമില്ലാതെ കിടന്ന് ഒരുപാടൊന്നും വായിക്കേണ്ട ആവശ്യമേ ഇല്ല. ശത്രു, ഉഷ്ണ, ഉദര, ദന്ത, മാനസ, രുച. സംപീഡിത സ്ഥാഗവാൻ, സദാസമയവും മനക്ലേശം. അതിപ്പം പറഞ്ഞാൽ സംപീഡിത സ്ഥാഗവാൻ, എപ്പോഴും മനക്ലേശം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കാരണം ഭയങ്കര തീക്ഷ്ണ സ്വഭാവമാണ്, ആർക്കും വിട്ടുകൊടുക്കില്ല. സ്ഥിരരാശി. പക്ഷെ നമ്മൾ ഒരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത്, ഈ സർക്കാർ ഓഫീസിലൊക്കെ ജോലി നോക്കുന്ന ആൾക്കാർ അവരറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഈ ചില ആൾക്കാരുണ്ട് ഭയങ്കര സ്ട്രിക്റ്റ് ഓഫീസേഴ്സ് ആയിരിക്കും. അവർക്ക് മനസ്സിന് യാതൊരു സുഖവും ഇല്ല. കാരണം ഞാനത് അനുഭവിച്ചത് കൊണ്ടാണ് പറയുന്നത്. അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റിലായിരുന്നു ജോലി. സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിന് അലട്ടുന്ന പ്രശ്നമില്ല. ഇവർ സ്ഥിരരാശിക്കാരാണ്, അപ്പോൾ എപ്പോഴും മനസ്സിന് അലട്ടും. അതിന്റെ കാരണം ചോദിച്ചാൽ ആർക്കും വിട്ടുകൊടുക്കില്ല. കാര്യങ്ങളുടെ ഉറച്ച തീരുമാനമായിരിക്കുമ്പോൾ ഇപ്പൊ ഒരു കാര്യം അവർ ചിന്തിച്ച ഇത് തെറ്റ്, ഇത് ചെയ്യാൻ പറ്റൂല, ഈ കാര്യം ചെയ്തു കൊടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ അതിൽ ഉറച്ചങ്ങിരിക്കും. ഈ ചരരാശിയാണെങ്കിൽ ഫ്ലെക്സിബിൾ ആയിരിക്കും. അങ്ങ് പോട്ടെ, നമുക്കെന്തോന്നു, അവരെ കിട്ടണമെങ്കിൽ കിട്ടിക്കൊണ്ട് പോട്ടെ, അവരെ അനുഭവം സുഖിക്കുകയാണെങ്കിൽ സൂചിച്ചുകൊണ്ട് പോട്ടെ, അങ്ങ് പോട്ടെ, നമുക്കെന്തോന്നു എന്നുള്ള ഒരു ഫ്ലെക്സിബിൾ മൈൻഡ് ആയിരിക്കും ചരരാശി. സ്ഥിരരാശി അങ്ങനെയല്ല. സ്ഥിരരാശി ഒരു കാര്യം മനസ്സിനകത്ത് ശരിയെന്ന് തോന്നിയാൽ അത് ഉറച്ചെനിക്കും. അത് പിന്നെ നമ്മൾ അതാണ് മാനസിക പ്രശ്നം ഉണ്ടാവേണ്ട കാരണം. മനസ്സിന് അലട്ടുന്ന പ്രശ്നമുണ്ട് എന്ന് പറയേണ്ട റീസൺ അതാണ്. സംപീഡിത ത്യാഗവാൻ, സദാസമയവും മനക്ലേശം ഉണ്ടായിക്കൊണ്ടിരിക്കും. വിക്രാന്ത, പരാക്രമശാലികളായിരിക്കും. സ്ഥിരബുദ്ധി, സുഗർഭിതമന, ആത്മാഭിമാനം. അതൊരു പ്രധാന വിഷയമാണ്. ഭയങ്കര ആത്മാഭിമാനമുള്ളവരായിരിക്കും. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കയറി തട്ടും, മനസ്സിനകത്ത് കയറി തട്ടും. ആരെങ്കിലും നമ്മളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്നെ അങ്ങനെ പറഞ്ഞു, അത് എനിക്ക് ഭയങ്കരമായ ക്ഷീണമുണ്ടായി, എന്നെ അങ്ങനെ പറഞ്ഞത് എന്നുള്ള ഒരു ആത്മാഭിമാനത്തിന്റെ ആണ്. സൂര്യൻ
ആത്മാഭിമാനത്തിന്റെ ആളാണ്. സൂര്യന് ഉച്ചം വരുന്നത് എവിടെയാണ് പറഞ്ഞു നോക്കണം. മേടൻ രാശി. മേടം എത്രാം മേടൻ ഭാവമായിട്ട് വരും? എത്രാം ഭാവമായിട്ട് വരും? ഒന്നാം മേടൻ രാശി. ചിങ്ങത്തിന് 9-ാം ഭാവം. ഒമ്പത്. ചിങ്ങത്തിൽ നിന്ന് എണ്ണുമ്പോഴും 9-ാം ഭാവം. 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാഗ്യസ്ഥാനം, ആത്മാഭിമാനത്തിന്റെ ഭാഗ്യത്തിന്റെ ഒക്കെ സ്ഥാനം, ഏറ്റവും പ്രധാനപ്പെട്ട ഭാവം. അതിന് ആചാര്യൻ പറയുന്നത് എന്തോന്ന്, 9-ാം ഭാവത്തിന് ശുഭപതി എന്നാണ് പറയുന്നത്. 9-ാം ഭാവപതി പാപഗ്രഹമായിരുന്നാലും ശുഭഗ്രഹത്തിന്റെ ഫലം ചെയ്യുമെന്നാണ്. 9-ാം ഭാവപതിയായ ഗ്രഹം പാപഗ്രഹമായിരുന്നാൽ പോലും അത് ശുഭത്വം പ്രകടിപ്പിക്കുമെന്ന്. അങ്ങനെ 9-ലാണ് അതിന് ഉച്ചം കിട്ടുന്നത്. നീചം വരുന്നത് എത്രയില്? അങ്ങനെ 9-ൽ ഉച്ചം വരുന്നതുകൊണ്ട് ആത്മാഭിമാനവും ആത്മപ്രശംസയും ആത്മീയതയും ഒക്കെ ഉണ്ടാവും. 9 ആത്മീയതയുടെ സ്ഥാനമാണ്. ആത്മീയ സ്വഭാവം ഉണ്ടാവും, ആത്മപ്രശംസ ഉണ്ടാവും. അതൊക്കെ നന്നായിരിക്കും. കാരണം 9-ലാണ് ഉച്ച അവകാശം കിടക്കുന്നത്. ഈ ഗ്രഹം 9 എന്ന് പറയുന്നത് ചിങ്ങത്തിന് എണ്ണുമ്പോൾ 9 വരും. മേടം, സൂര്യൻ ഉച്ചം വരുന്നത് മേടം. അത് ചിങ്ങത്തിന് എണ്ണുമ്പോൾ ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം 9 വരും. 9-ആയ മേടത്തിൽ ഉച്ചം വരുന്നത് കൊണ്ട് ആത്മാഭിമാനം, ആത്മപ്രശംസ, ആത്മീയത ഇതൊക്കെ ഉണ്ടാകാനിട വരും. നീചം വരുന്നത് എവിടെ? തുലാം രാശി. തുലാം എത്രാം ഭാവമായിട്ട് വരും? 3. 3 കൊണ്ട് ഏതൊക്കെ ചിന്തിക്കാം? സഹോദര സ്ഥാനം. അയൽവാസികളും മ്യൂട്ട് ചെയ്യണം. പറഞ്ഞിട്ട് ഇവിടെ അങ്ങ് മ്യൂട്ട് ചെയ്തേക്കണം, അല്ലെങ്കിൽ ഇപ്പൊ അടിക്കും. അപ്പോൾ അവിടെ നീചം എന്ന് പറയുമ്പോൾ നല്ലതല്ല, അതുകൊണ്ട് ബുദ്ധിമുട്ട് വരുമെന്നർത്ഥം. നീചം എന്ന് വെച്ചാൽ ബലമില്ല, അതുകൊണ്ടാണ് നീചം എന്ന് പറയുന്നത്. ഡെബിലിറ്റേറ്റഡ് പൊസിഷൻ. അപ്പോൾ സഹോദരങ്ങളിൽ നിന്നും, കൂട്ടുകാരിൽ നിന്നും, അയൽവാസികളിൽ നിന്നും അമളി പറ്റാൻ ഇടവരും. സഹോദരങ്ങള്, കൂട്ടുകാര്, അയൽവാസികളിൽ നിന്ന് അമളി പറ്റാൻ ഇടവരും. അത് വ്യക്തമാണ്. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറെ പോയിന്റ് ചെയ്ത് ഇംഗ്ലീഷിൽ പറഞ്ഞു തന്നത് ഓർമ്മയുണ്ടോ? ഒന്ന് വായിച്ചു നോക്കണം ആരെങ്കിലും. അതെല്ലാം ഇവിടെയും ബാധകമാണ്. appear to be bold, timid inside. ബോൾഡ് ബട്ട് ടിമിഡ് ഇൻസൈഡ്. ചിങ്ങം രാശിക്ക് കറക്റ്റ് ആയിട്ട് പറയണം. ഭയങ്കര ബഹളം വയ്ക്കും ഇവരെ. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കൊച്ചു കുട്ടികൾ, ചിങ്ങം രാശിയിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് തീഷ്ണതയോടുകൂടി ബഹളവും വെച്ച് ബഹളം കാണിച്ചുകൊണ്ടിരിക്കും. ഓമോ എനിക്ക് അങ്ങനെ ഇങ്ങനെ. അങ്ങോട്ട് അച്ഛനും അമ്മയും ആരെങ്കിലും ഒന്ന് വരട്ടി നോക്കണം. ഇതാ കിടക്കണം. അത്ര തന്നെ പേടിച്ചു പോകും. അപ്പിയർ ടു ബി ബോൾഡ് ബട്ട് ടിമിഡ് ഇൻസൈഡ്. ഉള്ളിൽ ഭയം ഉണ്ടായിരിക്കും. അതുപോലെയാണ് ഇനി ഒന്ന്, ഇവരെ പൊക്കി വിട്ട് കഴിഞ്ഞാൽ പൊങ്ങും. ഞാൻ ഒരു കാര്യം ഇപ്പൊ പറഞ്ഞത്, 3-ാം ഭാവത്തിൽ നീച അവകാശമുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ സഹോദരങ്ങളിൽ നിന്നോ, കൂട്ടുകാരിൽ നിന്നോ, അയൽവാസി, ഇതൊക്കെ 3-ാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടതാണ്. സഹോദരൻ, കൂട്ടുകാര്, അയൽവാസികളൊക്കെ ഇവര് കാര്യം സാധിക്കാൻ വേണ്ടി ഇവരെ പൊക്കി വിട്ട് കാര്യം സാധിച്ചോളൂ. ചതിയിലാവുമ്പോൾ നീയേ ഉള്ളൂ, നീ മിടുക്കനാണ്, നീ നല്ല കുട്ടിയാണ്, നീ വിചാരിച്ചാൽ നടക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും ചെയ്യും. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നാൽ നിയന്ത്രിച്ച് പോകാൻ എളുപ്പം. ഇതിനൊന്നും വേറെ പരിഹാരം ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ അറിഞ്ഞ് നിയന്ത്രിക്കുക, അത് തന്നെ പരിഹാരം. ഇത് ചിങ്ങൻ രാശിക്ക് എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടറാണ്, കണ്ടുവരുന്നതാണ്. ഇത് അനുഭവങ്ങളാണ് പറയുന്നത്. കൂട്ടുകാര്, സഹോദരങ്ങള്, അയൽവാസികളിൽ നിന്ന് അമളി പറ്റാനിടവരും. ഇവരെ സ്വാധീനിച്ചുകൊണ്ട് കാര്യങ്ങൾ സാധിച്ച് ഇവരെ ചതിയിലകപ്പെടാൻ ഇടവരും. സ്വാധീനിച്ചുകൊണ്ട് കാര്യങ്ങൾ സാധിച്ചുകൊണ്ട് പോകും. അതും ഇവരെ ഒരു പ്രത്യേകതയാണ്.
അപ്പോൾ ഇത്രയും പോയിന്റുകൾ ഇപ്പോൾ എഴുതിയ ഒരു പോയിന്റുകളെല്ലാം ഒന്ന് നോക്കാം, ഒന്നുകൂടെ തിരിഞ്ഞു നോക്കാം, എല്ലാം ഓർമ്മ വരുന്നു നോക്കാം. ഇത് ഒരു പ്രാവശ്യം കൂടി വീട്ടിൽ വെച്ച് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാതെ മനസ്സിനകത്ത് വരണം. മധു പിങ്ങളതൃക് ചതുരസ്ര തനു പിത്തപ്രകൃതി സവിത അല്പകജ. തേൻ നിറമുള്ള കലങ്ങിയ കണ്ണുകൾ ഉള്ളവരായിരിക്കും. അതായത് ദേഷ്യ സ്വഭാവത്തിന്റെ ലക്ഷണമാണത്. ചതുരസ്ര തനു, പൊക്കവും പൊക്കത്തിനൊത്ത വണ്ണവും ഉള്ളവരാണ്. പൊക്കം കുറഞ്ഞാൽ വണ്ണം കുറവായിരിക്കും, പൊക്കം കൂടിയാൽ വണ്ണവും കുറവായിരിക്കും. അങ്ങനെ ഉണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. എനിക്കറിയാവുന്ന ആളുകൾ പൊക്കവും കൂടി വണ്ണവും. കഴിഞ്ഞ ക്ലാസ്സിൽ ഞങ്ങൾക്ക് സാറ് പറഞ്ഞാന്ന് ചതുരശ്ര തനു എന്ന് പറഞ്ഞാൽ 2 കൈയും നീർത്തി പിടിച്ചാൽ അത്രയും നീളമുള്ള പൊക്കമുള്ളവളാണ് ആണിന് ചതുരശ്ര തനു എന്ന് പറയുന്നത്. അത് തന്നെയാണ്. പൊക്കം കുറഞ്ഞാൽ വണ്ണവും കുറവായിരിക്കും, പൊക്കം കൂടിയാൽ വണ്ണവും കൂടുതലായിരിക്കും. അത് തന്നെ. ഓക്കെ, അത് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. അത് തന്നെ പറഞ്ഞത്. പൊക്കം കറക്റ്റ് അവരും, അതായത് ചതുരം എന്ന് പറയുന്നതിന്റെ അർത്ഥം അത് തന്നെയാണ്. നമ്മൾ സൂര്യനെ സംബന്ധിച്ച് വാസ്തു പഠിക്കുമ്പോൾ അറിയാം, സൂര്യനെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ ഉത്തമ പുരുഷന്റെ ലക്ഷണം ഏതെന്ന് ചോദിച്ചാൽ നീളവും വീതിയും തുല്യമായിരിക്കുന്നതാണ് ഉത്തമ പുരുഷൻ എന്ന് പറയുന്നത്. ആ ഉത്തമ പുരുഷനാണ് ഇവിടെ വരുന്നത്. അത് ഈ ഒരു രാശിക്കേ പറയുന്നുള്ളൂ. കാരണം ഇവർ സ്ട്രെയിറ്റ് ഫോർവേഡാണ്. നമ്മൾ ഇതെല്ലാം പറയുമ്പോഴും ഈ ആൾക്കാർ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കും. ആരെയും ചതിക്കണമെന്നോ വഞ്ചിക്കണമെന്നോ ഉള്ള മനസ്സിലേ ഉണ്ടാവില്ല. ഈ എന്നൊക്കെ പറഞ്ഞ് കുറെ ബഹളം വയ്ക്കും. എന്തെന്ന് ചോദിച്ചാൽ അല്പം കഴിയുമ്പോൾ ഒന്നും കാണില്ല. അതാണ് ഇവരുടെ പ്രത്യേകത. പിന്നെ ഇപ്പൊ പഠിച്ച ഈ ശ്ലോകത്തിൽ പഠിച്ച എന്താണ്? 16-5 തീഷ്ണ സ്ഥൂലകനു വിശാലവദന. നിങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ വായിച്ചെടുക്കാൻ പാടില്ല, എന്നാലേ അർത്ഥം എടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ശ്ലോകത്തിന് ചുമ്മാ അടിച്ചുകൊണ്ട് പോയിട്ട് ഒരു ഉപയോഗവുമില്ല. തീഷ്ണ സ്ഥൂലകനു വിശാലവദന പിംഗലേക്ഷണു അല്പാത്മജ സ്ത്രീദ്വേഷി പ്രിയമാംസ കാനനക കുപ്യതി അകാര്യെ ചിരം. അങ്ങനെ എടുത്താൽ നന്നായി. കുപ്യരി അകാര്യെ ചിരം, കുപ്യത്യകാര്യെ ചിരം എന്ന് കിടപ്പുണ്ട്. ശുതൃഷ്ണോദര ദന്തമാനസരുച സംപീഡിത സ്ത്യാഗവാൻ വിക്രാന്ത സ്ഥിരതി സുഗർഭിതവന മാതൃവിധേയോ അർക്കപേ. അത് ഞാൻ പറയാൻ പറ്റും. അമ്മയോട് പ്രത്യേക സ്നേഹം ഉണ്ടാകും, ഭാര്യയോട് സ്നേഹം കുറവുമായിരിക്കും. ഒരു കുടുംബ പ്രശ്നം വച്ചു, ഒരു പുരുഷൻ വന്ന് ഒരു കുടുംബ പ്രശ്നം വച്ചു. ഭാര്യയും മക്കളും ഒക്കെ ഉള്ള ഒരാള് എനിക്കൊരു കുടുംബ പ്രശ്നം വയ്ക്കണം, കുടുംബത്തിലെ കാര്യങ്ങൾ അറിയാനുണ്ട്. അപ്പോൾ ചിങ്ങൻ രാശി കിട്ടി എങ്കിൽ എന്ത് പറയാം? അമ്മയുടെ ആജ്ഞാനുവർത്തിയായിരിക്കും. അമ്മയോട് ഏറ്റവും കൂടുതൽ സ്നേഹം, അമ്മയോട് ആജ്ഞാനുവർത്തിയായും ഇരിക്കും. സ്ത്രീ ദ്വേഷി എന്ന് പറയുന്നതിന് എങ്ങനെ എടുക്കാം? അതും ഭാര്യയായിട്ട് പറയാനില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മായി പോരിന്റെ ലക്ഷണം വേണമെങ്കിൽ പറയാം. അമ്മയോട് സ്നേഹം കൂടുതലായിരുന്ന ഭാര്യയുടെ സ്നേഹമില്ലെങ്കിൽ ഭാര്യ തറയിൽ നിൽക്കുമോ? ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മൾ ഇന്നത്തെ സമൂഹത്തിൽ. സാറേ, ഇതൊരു കാര്യം, ഇത് എല്ലാം ഒരാൾക്ക് വരണം എന്നില്ലല്ലോ അല്ലെ? അതായത് ഒന്ന് മ്യൂട്ട് ചെയ്യാൻ അതായത് പറഞ്ഞുതരാം. ഓരോന്നിനും ഓരോ റീസണബിൾ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അത് ചിന്തിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്നും ഇപ്പൊ ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഗർവം ഉണ്ടാകും, അഹങ്കാരം ഉണ്ടാകും, ആത്മാഭിമാനം ഉണ്ടാകും, ആത്മപ്രശംസ ഉണ്ടാകും എന്ന് പറഞ്ഞു. അതിന്റെ റീസൺ എന്താണ്? നല്ല ആത്മപ്രശംസ. ഞാനൊരു സംഭവമാണ്, മ്യൂട്ട് ചെയ്യണം. ഞാനൊരു സംഭവമാണ്, ഞാൻ വിചാരിച്ചാൽ എല്ലാ കാര്യവും നടക്കും. ഒരു ആത്മാഭിമാനം, ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാം നടക്കും, ഞാനൊരു മിടുക്കനാണ് എന്നൊക്കെ തോന്നേണ്ട റീസൺ എന്താണ്? പറഞ്ഞു നോക്കണം. സൂര്യന് 9ാം ഭാവത്തിലാണ് ഉച്ചം വരുന്നത്. അപ്പോൾ ആ സൂര്യൻ 9ാം ഭാവമായ മേടത്തിൽ നിന്നാൽ ഈ പോയിന്റ് പറയാം, ഇല്ലെങ്കിൽ ഈ പോയിന്റിന് വലിയ പ്രസക്തി ഉണ്ടാവില്ല. സൂര്യൻ
തുലാത്തിലാണ് നിന്ന് കഴിഞ്ഞാൽ നീലം വന്നു കഴിഞ്ഞാൽ ഈ സ്വഭാവം ഉണ്ടാവുമോ? ഇവിടെ ആചാര്യൻ പറയുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ചിങ്ങം രാശി എന്ന് പറഞ്ഞ ഒരു രാശിയുടെ സ്വഭാവം പറയുമ്പോൾ ബാക്കി ഗ്രഹങ്ങൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതൊന്നും അദ്ദേഹത്തിന് അറിയില്ല. ചിങ്ങം രാശിക്ക് ബാക്കി രാശികളുമായിട്ടുള്ള ബന്ധം എന്താണ്, അത് വച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സൂര്യന് ഉച്ചം വരിക, സൂര്യൻ ബലമായിട്ട് നിൽക്കുക, സൂര്യൻ ലഗ്നത്തിൽ നിൽക്കുക എങ്കിൽ ഈ പറയുന്ന സ്വഭാവം എല്ലാം വരും. അതേസമയം ചിങ്ങ രാശിയിൽ ഒരാൾ ജനിച്ചു, ചിങ്ങ ലഗ്നം, അവിടെ ശനി നിന്ന് കഴിഞ്ഞാൽ ഈ സ്വഭാവം വരുമോ? ചിങ്ങത്തില് ശനി അല്ലെങ്കിൽ ചൊവ്വ നിൽക്കുകയാണ്, അല്ലെങ്കിൽ വേറെ ഒരു ഗ്രഹം നിൽക്കുകയാണ്, രാഹു നിൽക്കുകയാണ്, അല്ലെങ്കിൽ വേറെ ഒരു ഗ്രഹം ആര് പറയാം, ശുക്രൻ നിൽക്കുകയാണ് എങ്കിൽ ഈ സ്വഭാവം ഒന്നും വരില്ല. ഇപ്പൊ ചിങ്ങത്തില് ശുക്രൻ വന്നിട്ട് സ്ത്രീകളുമായിട്ട് വളരെ അടുപ്പത്തിൽ പോകുന്ന ഒരു ഗ്രഹമാണ് ശുക്രൻ. പഠിക്കാതൊക്കെ സ്ത്രീകളോട് സ്നേഹം പ്രകടിപ്പിക്കുക, സ്ത്രീക്ക് വശംവദനാവുക, ഇങ്ങനെയുള്ള ഗ്രഹമാണ് ശുക്രൻ. ആ ശുക്രൻ ലഗ്നത്തിൽ നിന്നാൽ സ്ത്രീ ദ്വേഷി എന്ന് പറയുന്ന സ്വഭാവം ഉണ്ടാവുമോ? ഇല്ല. 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 സ്ത്രീ ദ്വേഷി എന്ന് പറയുന്നത് സ്ത്രീകളോട് നല്ല മാന്യമായിട്ടുള്ള അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നവരല്ല എന്നുള്ളതാണ്. ശുക്രൻ ലഗ്നത്തിൽ നിന്നാൽ സുഖവാംസ്തു വിലഗ്നെ പ്രിയോ സുഖവാംസ്തു വിലഗ്നെ എന്ന് പറയും. അതായത് ലൈംഗികതയിൽ താല്പര്യം, അതായത് സ്ത്രീകളുമായിട്ടുള്ള ഇണങ്ങിപ്പോകാനുള്ള താല്പര്യവും സുഖ ജീവിതത്തിന് താല്പര്യവും എന്നാണ് ശുക്രൻ ലഗ്നത്തിൽ നിന്നാലുള്ള ഫലം. ആ ശുക്രൻ കയറി ഇവിടെ ലഗ്നത്തിൽ നിന്ന് കഴിഞ്ഞാൽ ആ സ്വഭാവം മാറും. ശനി ലഗ്നത്തിൽ നിന്നാൽ വേറെ സ്വഭാവമുള്ളൂ. ശനി ലഗ്നത്തിൽ നിന്നാൽ ഇങ്ങനെയാണ്: അദൃഷ്ടാർത്ഥോ രോഗി മദനവശകോ അത്യന്തമലിന ശിശുത്വ പീഡാർത്ഥ സവിത്രസുത ലഗ്നെ അത്യ അലസവാക്ക് എന്ന് പറയും. നല്ലതേ അല്ല. ധനക്ലേശം ഉണ്ടാവുക, കുട്ടിക്കാലത്തെ രോഗമുണ്ടാവുക, വാക്കിന് ഒരു വ്യക്തതയില്ലാത്ത വാക്കുകൾ സംസാരിക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി കണക്കിലെടുക്കണം. നമ്മൾ പഠിക്കുന്നത് ഒരു വഴി കൂടി പഠിച്ചു പോകുന്നത് എല്ലാ സ്വഭാവവും ഉണ്ടാവില്ല. ഇത് ചോദിച്ചത് കാര്യമാണ്. ഒന്ന് എഴുതാം, പറയുമ്പോൾ പരമാവധി വിശദീകരിച്ച് തരാം. സൈഡ് എഴുതിക്കണം. പോര 2-8, പോര 2-8. മധു പിങ്ങള ദൃക്, മധു പിങ്ങള ദൃക്. ചതുരസ്ര തനു, ചതുരസ്ര തനു. പിത്ത പ്രകൃതി, പിത്ത പ്രകൃതി. സവിത അല്പഗജ, സവിത അല്പഗജ. സൈഡില് 2-8 എന്നിട്ടുണ്ട്. വീട്ടിൽ വെച്ചിട്ട് നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ നോക്കണം. അടുത്ത ലൈനിൽ അതിന്റെ അർത്ഥം എഴുതിക്കൊള്ളണം. സൂര്യൻ ലഗ്നത്തിൽ നിൽക്കുകയോ ചിങ്ങം രാശിയിൽ ജനിക്കുകയോ ചെയ്യുന്നവർക്ക്, സൂര്യൻ ലഗ്നത്തിൽ നിൽക്കുകയോ ചിങ്ങം രാശിയിൽ ജനിക്കുകയോ ചെയ്യുന്നവർ തേൻ നിറമുള്ള കലങ്ങിയ കണ്ണുകളുള്ളവരായിരിക്കും. തേൻ നിറമുള്ള കലങ്ങിയ കണ്ണുകളുള്ളവരായിരിക്കും. ഇത് ദേഷ്യ സ്വഭാവത്തെ പ്രകടിപ്പിക്കുന്നു. ഇത് ദേഷ്യ സ്വഭാവത്തെ സൂചിപ്പിക്കുന്നു.
പൊക്കവും പൊക്കത്തിനൊത്ത വണ്ണവുമുള്ള പ്രപ്പോർഷണൽ ബോഡി ഉള്ളവരായിരിക്കും. പൊക്കവും പൊക്കത്തിനൊത്ത വണ്ണവുമുള്ള ശരീരമായിരിക്കും. ശരീരപ്രകൃതമുള്ളവരായിരിക്കും. പൊക്കം കൂടിയാൽ വണ്ണവും കൂടുതലായിരിക്കും. പൊക്കം കുറഞ്ഞാൽ വണ്ണവും കുറവായിരിക്കും. അടുത്ത പിത്തപ്രകൃതവും ചൂടുള്ളതും ചൂട് അല്ലെങ്കിൽ ഉഷ്ണം, പിത്തപ്രകൃതവും ചൂടുള്ളതും തിളക്കമാർന്നതുമായ ശരീരപ്രകൃതമാണ്. ഇവർ തലമുടി കുറവുള്ളവരായിരിക്കും. എല്ലാവരെയും ഒന്നും പറയാൻ പറ്റൂല. തലമുടി കുറവായിരിക്കുന്നു എല്ലാവർക്കും പറയാനൊന്നും പറ്റൂല. അത് ആലോചിച്ച് തന്നെ പറയണം. അടുത്ത പാരാഗ്രാഫ്. ഓര 16:5. ഹെച്ച് എന്നിട്ടാൽ മതി. ഓരയ്ക്ക് ഹെച്ച് എന്നിട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓര 16:5. ആ ശ്ലോകത്തിന് നിങ്ങൾ വീട്ടിൽ വെച്ച് എഴുതിയെടുത്തോളൂ. സാറേ നോട്ട് തരുമോ സാറേ? നോട്ട് തരും. നിങ്ങളുടെ എന്റെ ഹോരായുടെ പുസ്തകം ഇല്ലേ ഇപ്പൊ? ഞാൻ ഓരോ പോയിന്റ് വേണമെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് പരാശര ഹോരാശാസ്ത്രം എന്ന് പറഞ്ഞ പുസ്തകത്തിന്റെ അല്ലേ? എന്തായാലും ഉള്ളതൊരു ഇംഗ്ലീഷ് പുസ്തകമാണ്, സംസ്കൃതം ഇംഗ്ലീഷ്. മ്യൂട്ട് ചെയ്യണം. ചെറിയ ബുക്കുണ്ട്, ചെറിയ ബുക്കിലെറ്റ്, ചെറിയൊരു ബുക്ക്, പ്രമാണ ശ്ലോകങ്ങൾ എന്ന് പറയുന്ന ഒരു 25-30 രൂപ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. ഒന്ന് വാങ്ങിച്ചു വെച്ചിരുന്നാൽ നന്നായിരിക്കും. അല്ലെങ്കിൽ ഒന്ന് വായിക്കണം. ശരി, എഴുതിക്കൊള്ളണം. തീഷ്ണ, ആ ശ്ലോകത്തിന്റെ ഒരു ആദ്യത്തെ വാക്കാണ് തീഷ്ണ. ഒരു 2 കുത്തിട്ടിട്ട് എഴുതാൻ അറിയല്ല. ഇനി എഴുതുന്നത് അതിന്റെ എക്സ്പ്ലനേഷൻ. തീഷ്ണ എന്ന് പറയുന്നത് ശ്ലോകത്തിലുള്ള വാക്കാണ്. ഇനി 2 കുത്തിട്ടിട്ട് എഴുതിക്കണം, അതിന്റെ അർത്ഥം എഴുതിക്കണം. തീഷ്ണതയോടുകൂടിയും ഗർവും അഹങ്കാരത്തോടു കൂടിയുമുള്ള സ്വഭാവക്കാരാണ്. തീഷ്ണത, ഗർവ്, അഹങ്കാരത്തോടു കൂടിയുള്ള സ്വഭാവക്കാരാണ്. തീഷ്ണത, ഗർവ്, അഹങ്കാരത്തോടു കൂടിയ രാശിക്കാരാണ്. ചിങ്ങം രാശി തന്നെ ഗർവ് രാശി എന്നാണ് അറിയപ്പെടുന്നത്. ചിങ്ങം രാശി തന്നെ ഗർവ് രാശി എന്നാണ് അറിയപ്പെടുന്നത്. ഗർവ് രാശി എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത ലൈനില് ഇപ്പൊ നമ്മൾ ആദ്യത്തെ പോയിന്റ് തീഷ്ണ. അടുത്ത പോയിന്റ് സ്ഥൂലഹനു.
രണ്ട് കുത്തിട്ട് എഴുതിക്കൊള്ളു. തടിച്ച താടിയെല്ലുള്ളവരാണ്. തടിച്ച താടിയെല്ലുള്ളവരാണ്. ശൂലകൻ. അടുത്ത ലൈനില് വിശാല വദന. വദനം മുഖം. വിശാല വദന. വിശാലമായതും പരപ്പോടു കൂടിയതുമായ മുഖം ഉള്ളവരാണ്. വിശാലമായതും പരപ്പോടു കൂടിയതുമായ മുഖമുള്ളവരാണ്. വിശാലവദന, പരപ്പോടു കൂടിയ മുഖമുള്ളവരാണ്. അടുത്ത ലൈനില് പിങ്ങലേക്ഷണോ. പിങ്ങേക്ഷണോ എന്നാണ് കിടക്കുന്നത്. പിങ്ങേക്ഷണോ. പിങ്ങലേക്ഷണോ. പിങ്ങല എന്ന് പറഞ്ഞ ഒരു പിങ്ങലേക്ഷണോ. പിങ്ങല നിറമുള്ളതും കലങ്ങിയതുമായ കണ്ണുകളുള്ളവരാണ്. പിങ്ങല നിറമുള്ളതും കലങ്ങിയതുമായ. പിങ്കല നിറം എന്ന് പറഞ്ഞാൽ ഇതാ, അങ്ങനെ എഴുതാം. പിങ്ങല നിറമുള്ളതും കലങ്ങിയതുമായ കണ്ണുകളുള്ളവരാണ്. ഇതും ദേഷ്യത്തിന്റെ രൂപമാണ്. ഇതും ദേഷ്യത്തിന്റെ രൂപമാണ്. അടുത്ത ലൈനിൽ അല്പാത്മജ. അതൊന്ന് വിശദീകരിച്ച് പറഞ്ഞു. അല്പാത്മജ സന്താനം കുറഞ്ഞവരാണ്. സന്താനത്തിന്റെ എണ്ണം കുറവായിരിക്കും. അടുത്ത പാരഗ്രാഫ് എഴുതുന്നു. ഇടവം, ചിങ്ങം, വൃശ്ചികം മൂന്നും സ്ഥിരരാശികളാണ്. ഇടവം, ചിങ്ങം, വൃശ്ചികം, കന്നി. ഈ നാല് രാശികളും അല്പപുത്ര രാശികളെന്നാണ് അറിയപ്പെടുന്നത്. അല്പപുത്ര രാശികളെന്നാണ് അറിയപ്പെടുന്നത്. അതിന്റെ ശ്ലോകം വേണമെങ്കിൽ ഇരിക്കണം. കന്യാളി 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 ഗോ ഹരിഷു. കന്യാളി ഗോ ഹരിഷു ച. കന്യാളി ഗോ ഹരിഷു ച അല്പസുതമിന്ദൗ. കന്യാളി ഗോ ഹരിഷു ച അല്പസുതമിന്ദൗ.
കന്യാളി ഗോ ഹരിഷു ച അൽപ സുത മിന്ദൗ മീ ഇന്ദൗ. ഇന്ദു എന്ന് വെച്ചാൽ ചന്ദ്രന്റെ ഇന്ദ. സൈഡിൽ എഴുതിക്കൊള്ളണം. കോര 22-14 ലാസ്റ്റ് ലൈൻ. കോര 22-14 ലാസ്റ്റ് ലൈൻ. കന്യാളി ഗോ ഹരിഷു ച അൽപ സുത മിന്ദൗ. ഇനി ഇതിനെ കുറിച്ച് അറിയണമെങ്കിൽ പറഞ്ഞുതരാം. ഇടവൻ രാശി അല്പപുത്ര രാശി എന്ന് പറയേണ്ട കാരണം എന്താണ് പറഞ്ഞു നോക്കണം. ഇടവൻ രാശിയെ അല്പപുത്ര രാശി എന്ന് പറയാനുള്ള കാര്യം എന്തായിരിക്കാം? നമ്മൾ പോസിബിലിറ്റീസ് ആണ് നോക്കുന്നത്, തറപ്പിച്ച് പറയണ്ട. നമുക്ക് ചിന്തിക്കുമ്പോൾ എന്തെങ്കിലും മനസ്സിലാകുന്നു. ചിങ്ങത്തിന്റെ കേന്ദ്ര രാശിയിൽ ഒന്നല്ലേ സാറേ? അതുമല്ലോ അങ്ങനെയല്ല. അതിന്റെ ജ്യോതിഷപരമായിട്ട് അതിന്റെ റീസൺ, ഇടവം നമ്മൾ സന്താനത്തിനെ ചിന്തിക്കുന്നത് 5ാം ഭാവം കൊണ്ട് തന്നെയല്ലോ. അപ്പോൾ ഇടവൻ രാശിയിൽ ഒരാൾക്ക് ലഗ്നം ഇടവൻ രാശിയിൽ വന്നു, അതിന്റെ 5ാം ഭാവം ഏത്? കന്നി രാശി. കന്നി. ഇടവത്തിന്റെ അധിപനാര്? ശുക്രൻ. ശുക്രനൊക്കെ 5ാം ഭാവത്തിലുള്ള ബന്ധം എന്താണ്? നീചം. നീചം. അതാണ് റീസൺ. അതായത് ലഗ്നം എന്ന് പറഞ്ഞാൽ സ്വന്തം ആള് നമ്മളാണ്. നമ്മളെ ലഗ്നം എന്ന് പറഞ്ഞാൽ നമ്മളെയാണ് സൂചിപ്പിക്കുന്നത്. ആ ഇടവൻ രാശിയിൽ ജനിച്ചവന് ലഗ്നാധിപൻ ശുക്രൻ. 5 എന്ന് പറഞ്ഞാൽ അയാളെ സന്താനം. അപ്പൊ ലഗ്നാധിപന് സ്വന്തം ആളിന് 5ലുള്ള ബന്ധം എന്താണ്? നീചം, ബലമില്ല. അപ്പോൾ ഇടവൻ രാശിയിൽ ജനിക്കുന്ന ഒരാളിന് സന്താന കാര്യങ്ങൾക്ക് ബലമില്ല എന്നർത്ഥം. ശരി തന്നെ? അതെ അതെ, അതായിരിക്കാൻ കാര്യം. ഇനി കന്നി രാശിക്ക് 5ാം ഭാവം ഏത്? കന്നിയിൽ ഒരാൾ ജനിച്ചു, അയാൾ 5ാം ഭാവം ഏത്? മകരം രാശി. മകരം രാശി. മകരം രാശിക്കുള്ള പ്രത്യേകത എന്താണ്? വ്യാഴത്തിന്റെ നീചരാശിയാണ്. വ്യാഴത്തിന്റെ സന്താന കാരകന് നീചരാശി. നോക്കിക്കൊള്ളണം, അതാണ് അതിന്റെ കാര്യം. സന്താന കാരകൻ അവിടെ നീചം, ബലമില്ല. ഇനി വൃശ്ചികത്തിന് 5ാം ഭാവം ഏതാണ്? വൃശ്ചികൻ രാശിയിൽ ജനിച്ചു, 5 ഏതാണ്? മീനം. മീനം. അതായത് പ്രശ്നമാർഗം പഠിക്കുമ്പോൾ പ്രശ്നമാർഗത്തില് 18ാമത്തെ ചാപ്റ്ററിൽ വരും. അതായത് എന്താണെന്നുള്ളത് അറിയില്ല. വൃശ്ചികം രാശിയിൽ ജനിക്കുകയും മീനത്തിൽ വ്യാഴം നിൽക്കുകയും ചെയ്താൽ സന്താന ദുരിതം ഉണ്ടാകും എന്ന് പറയുന്നു ആചാര്യന്മാർ. വൃശ്ചികൻ രാശിയിൽ ജനിക്കുന്ന ഒരാളിന് മീനം വ്യാഴത്തിന്റെ സ്വന്തം രാശിയല്ലേ? സ്വക്ഷേത്രം. പക്ഷെ അവിടെ വ്യാഴം നിൽക്കുന്നത് സന്താന ദുരിതം ഉണ്ടാകും എന്നാണ് പറയുന്നത്. അതാണ് അതിന്റെ കാര്യം. വൃശ്ചികൻ രാശിയിൽ ജനിക്കുകയും 5ൽ വ്യാഴം നിൽക്കുകയും ചെയ്താൽ അത് സ്വന്തം രാശിയാണ്, മറക്കരുത്. പക്ഷെ സന്താന ദുരിതം പറയുന്നു. ഇനി ചിങ്ങത്തിന് വന്നു കഴിഞ്ഞാൽ എന്താണ്? 5ാം ഭാവം ആരാണ്? ധനുരാശി. ആ വ്യാഴത്തിന് അഷ്ടമാധിപ ബന്ധം കൂടി ഉള്ളത് കൊണ്ടായിരിക്കാം അവിടെ അല്പപുത്ര രാശി പറയുന്നു. വ്യാഴം 5 മാത്രമല്ല, 8ന്റെ അധിപനും വ്യാഴം, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഒരു കാര്യം ചോദിച്ചു നോക്കട്ടെ, ഒരു കാര്യം ചോദിക്കണേ. ഇടവൻ രാശിക്ക് നിങ്ങൾ ആദ്യം ചോദിച്ചു എല്ലാ ഫലവും
ഒത്തു വരൂല എന്ന് ഒരാൾ പറഞ്ഞു. അതുകൊണ്ടാണ് പറയുന്നത്. അത് വളരെ കറക്റ്റാണ് ചോദിച്ചത്. ഇടവൻ രാശിക്ക് ലഗ്നാധിപനായ ശുക്രന് 5 നീച അവകാശം ഇല്ലേ? അതെ. അത് നീചമാണോ ഉച്ചമാണോ എന്ന് നമുക്കറിയില്ല. നമ്മൾ സാധാരണയായിട്ട് ചിന്തിക്കുമ്പോൾ ഇടവൻ രാശിയിൽ ഒരാൾക്ക് ജനിച്ചാൽ അയാളെ ലഗ്നാധിപൻ എന്ത് തന്നെയാണ്? ശുക്രൻ തന്നെ. അതിന് 5 നീചമായതുകൊണ്ട് സന്താന ദുരിതം പറഞ്ഞു. ഇയാളുടെ ജാതകത്തിൽ യഥാർത്ഥത്തിൽ ആ ശുക്രൻ ഉച്ചത്തിൽ നിന്നാൽ ഈ ദോഷം വരുമോ? വരില്ല. അതാണ് ചിന്തിച്ച് പറയണം എന്ന് പറയുന്നത്. നോക്കിയിട്ട് പറയണം. ശുക്രൻ ഉച്ചം അല്ലെങ്കിൽ ശുക്രൻ ഇടവത്തിൽ തന്നെ ശുക്രൻ നിന്നാലോ? ശുക്രൻ ഇടവത്തിൽ തന്നെ നിന്നാലോ? എന്നാലും സന്താന മോശം വരത്തില്ല. സന്താനങ്ങൾക്ക് മോശം വരത്തില്ല. വരില്ല. അതുപോലെ കന്നിരാശിക്ക് വ്യാഴം ഉച്ചത്തിൽ നിന്നാലോ? കന്നിരാശിക്ക് 5 വ്യാഴത്തിന്റെ നീചരാശിയല്ലേ? അതെ. ആ വ്യാഴം ഉച്ചത്തിൽ നിന്നാൽ 11 നിന്നാൽ എന്നാലും സന്താനദോഷം വരില്ല. അതുകൊണ്ട് പറയുന്നത് ഒരർത്ഥത്തില് ഒരു കോമൺ ക്രൈറ്റീരിയ, ഒരു കോമൺ അപ്രോച്ച് വെച്ചിട്ട് പറഞ്ഞു പോകുന്നതാണ്. നമ്മൾ നോക്കിയിട്ട് ചിന്തിച്ച് പറയണം. ശരി, അടുത്തത് മറ്റേ അടുത്ത സ്ത്രീ ദ്വേഷി. അടുത്ത പോയിന്റ്, അടുത്ത ലൈനിൽ സ്ത്രീ ദ്വേഷി. സ്ത്രീകളിൽ വിരോധ മനോഭാവം പ്രകടിപ്പിക്കുന്നതായിരിക്കും. സ്ത്രീകളിൽ വിരോധ മനോഭാവം പ്രകടിപ്പിക്കുന്നവരായിരിക്കും. സ്ത്രീയാണെങ്കിൽ പുരുഷന്മാരോടും പുരുഷനാണെങ്കിൽ സ്ത്രീകളോടും വിരോധമുണ്ടാകും. സ്ത്രീയാണെങ്കിൽ പുരുഷന്മാരോടും പുരുഷനാണെങ്കിൽ സ്ത്രീകളോടും വിരോധം പ്രകടിപ്പിക്കുന്നവരായിരിക്കും. അടുത്ത ലൈനില് പ്രിയ മാംസ കാനന നഖ. പ്രിയ മാംസ കാനന നഖ. മാംസ ആകാരങ്ങളോടുകൂടിയും താല്പര്യമുള്ളവരും മാംസ ആകാരങ്ങളോടുകൂടി താല്പര്യമുള്ളവരും പർവ്വതനിരകൾ പാറക്കെട്ടുകൾ കാനനം എന്നിവിടങ്ങളിൽ സഞ്ചരിക്കാനും താമസിക്കാനും താല്പര്യം പ്രകടിപ്പിക്കും. അടുത്ത ലൈനില് ഉപ്യത്യകാരിയെ ചിരം.
കാര്യേ ചിരം ഉപ്യത്യ കാര്യേ ചിരം ബ്രാക്കറ്റില് ഉപ്യതി അകാര്യേ ചിരം ഉപ്യതി അകാര്യേ ചിരം ബ്രാക്കറ്റ് ക്ലോസ്. കാലങ്ങളോളം മനസ്സിൽ വാശി സൂക്ഷിക്കുന്നവരായിരിക്കും. കാലങ്ങളോളം മനസ്സിൽ പക സൂക്ഷിക്കുന്നവരായിരിക്കും. അടുത്ത ലൈനില് ശുതൃഷ്ണോദര ദന്തമാനസരുജ ഇക്ഷു ഇക്ഷായും ഒരു ചുഴിപ്പും ഇക്ഷു ഇത്തായില് ചുഴിപ്പിട്ടിരുന്നത് ഇക്ഷു ഇത്ര ഇഷ്ണോ നല്ല പാടാണ് എഴുതാൻ. ഇക്ഷു ഇത്ര ഇഷ്ണോദര ദന്ത മാനസ രുച രോഗം. ശുതൃഷ്ണോദര ദന്തമാനസ രുച പല്ല് അസ്ഥി ഉദരം എന്നീ അവയവങ്ങൾക്കും രോഗമുണ്ടാവുകയും എന്നീ അവയവങ്ങളിൽ രോഗമുണ്ടാവുകയും എന്നീ അവയവങ്ങളിൽ രോഗമുണ്ടാവുകയും ഉഷ്ണരോഗങ്ങളും മാനസിക രോഗങ്ങളും ഉണ്ടാകാനും ഇടവരും. അടുത്ത ലൈനില് സംപീഡിത ത്യാഗവാൻ സംപീഡിത ത്യാഗവാൻ സംപീഡിത ത്യാഗവാൻ സദാസമയവും മനക്ലേശമുണ്ടാകാൻ ഇടവരും. സദാസമയവും മനക്ലേശമുണ്ടാകാൻ ഇടവരും. അടുത്ത ലൈനില് ചിങ്ങം രാശി കാലപുരുഷന്റെ 5ാം രാശിയാണ്. ചിങ്ങം രാശി കാലപുരുഷന്റെ 5ാം രാശിയാണ്. 5 കൊണ്ട് സന്താനം, മനസ്സ്, ഉദരം, സന്താനം 5 കൊണ്ട് സന്താനം, മനസ്സ്, ഉദരം എന്നിവയൊക്കെ പറയാം.
അതുകൊണ്ടാണ് ചിങ്ങം രാശിക്ക് ഈ രോഗങ്ങളൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് ചിങ്ങം രാശിക്ക് ഈ രോഗങ്ങളൊക്കെ പറയുന്നത്. ചിങ്ങം രാശിയിൽ വ്യാഴമോ ശുക്രനോ ബുധനോ, ചിങ്ങം രാശിയിൽ വ്യാഴമോ ശുക്രനോ ബുധനോ നിൽക്കുകയോ നോക്കുകയോ ചെയ്താൽ ഈ ദോഷത്തിന് ശമനമുണ്ടാകും. നിൽക്കുകയോ നോക്കുകയോ ചെയ്താൽ ഈ ദോഷത്തിന് ശമനമുണ്ടാകും. നേരെ മറിച്ച് ശനി, ചൊവ്വ, രാഹുകേതുക്കളുടെ യോഗദൃഷ്ടികൾ ഉണ്ടെങ്കിൽ ശനി, ചൊവ്വ, രാഹുകേതുക്കളുടെ യോഗദൃഷ്ടികൾ ഉണ്ടെങ്കിൽ ഈ രോഗങ്ങൾക്ക് പ്രാബല്യം കൂടും. ശനി, ചൊവ്വ, രാഹുകേതുക്കളുടെ യോഗദൃഷ്ടികൾ ഉണ്ടെങ്കിൽ ഈ രോഗങ്ങൾക്ക് പ്രാബല്യം കൂടും. സൂര്യൻ നിന്നാലോ എന്ത് പറയാം? ചിങ്ങത്തില് സൂര്യൻ നിന്നാലോ? നല്ലത് ചെയ്യുമോ ദോഷം ചെയ്യുമോ? ഇതൊക്കെ തന്നെ സൂര്യന്റെ സ്വക്ഷേത്രം തന്നെയല്ലേ ചിങ്ങൻ രാശി? നല്ലതേ ചെയ്യുള്ളൂ. സ്വക്ഷേത്രം രാശിയില് രാശിയാധിപൻ രാശിയിൽ നിൽക്കുന്നത് നല്ലതേ ചെയ്യുള്ളൂ. അതുപോലെ അതിന് ഹോരാസ്വാമി ഗുരു വിജ്ഞ വീക്ഷിത ഇതൊന്നൊരു ശ്ലോകമുണ്ട്. വ്യാഴമോ ശുക്രനോ ബുധനോ നിൽക്കുക, സൂര്യനോ ഒക്കെ നിന്ന് സൂര്യനും കൂടി അവിടെ ഇരിക്കുന്നു. വ്യാഴം, ബുധൻ, ശുക്രൻ, സൂര്യനെ കൂടി അവിടെ ചേർത്തോളണം. സൂര്യനെ കൂടി അവിടെ ചേർക്കുന്നു. നിന്ന് കഴിഞ്ഞാൽ ഇതിന് ഈ ശമനം ഉണ്ടാവും. ഈ രോഗമൊന്നും കറക്റ്റാ ഉണ്ടാവില്ല. അതേസമയം ശനി, ശുഷ്ക ഗ്രഹങ്ങളാണ്. ശനി, ചൊവ്വ, രാഹുക്കേതുക്കൾ എന്നാൽ പാപഗ്രഹം, ദോഷം കൂടും. അങ്ങനെ എടുക്കണത്. എല്ലായിടത്ത് ഫലം പറയുമ്പോഴും ഇത് ബാധകമാണ്. ഫലവും കൂടി പറയാൻ കണക്കാക്കിയാണ് ഇങ്ങനെ പറഞ്ഞു വരുന്നത്. പാപഗ്രഹങ്ങളെന്ന് പറയാൻ പറ്റും സാറേ? സൂര്യനും പാപൻ ആണെന്നല്ലേ? സൂര്യൻ ആ രാശിക്ക്, അതാണ് സൂര്യനെ അപ്പുറത്ത് ചേർക്കാൻ പറഞ്ഞത്. ബുധൻ, ശുക്രൻ, വ്യാഴത്തിന്റെ കൂട്ടത്തിൽ സൂര്യനെ ചേർക്കാൻ പറഞ്ഞു. അവിടെയാണ് സൂര്യനെ ചേർക്കാൻ പറഞ്ഞത്. സൂര്യൻ രാശിയുടെ അധിപൻ പാവനല്ല. ഒരു രാശിയുടെ അധിപൻ ആ രാശിയെ സംബന്ധിച്ച് പാവനല്ല. മേടം രാശിക്ക് ചൊവ്വ പാവനല്ല. മേടൻ രാശിക്ക് ചൊവ്വ പാവനല്ല. മേടത്തിൽ ചൊവ്വ നിന്ന് കഴിഞ്ഞാൽ നല്ലത്. അടുത്ത് സംപീഡിത ത്യാഗവാൻ സദാ മനക്ലേശം ഉണ്ടായിക്കൊണ്ടിരിക്കും. അടുത്ത ലൈൻ വിക്രാന്ത, പരാക്രമശാലികളായിരിക്കും. പരാക്രമശാലികളായിരിക്കും. അവിടെ ചന്ദ്രൻ നാലപ്പം എന്തായിരിക്കും? ചന്ദ്രൻ, അത് ചോദിച്ച ചന്ദ്രനെ നമ്മൾ ഒഴിവാക്കി.
മൂകോന്മത്ത ജല അന്തനീജ ബദിര പ്രേഷ്യ ശശാങ്കോദയേ. ശശാങ്കൻ ഉദയത്തിൽ നിൽക്കുന്നത് 1-2 രാശികൾ പോയിട്ട് അത്ര നല്ലതല്ല. അത് നമ്മൾ എല്ലായിടത്തും ഒഴിവാക്കണം. ചന്ദ്രനെ ഒഴിവാക്കണം. ചന്ദ്രൻ നേരെ നിന്നാലേ ഗുണം കിട്ടുള്ളൂ. ചന്ദ്രൻ ബലവാനായിട്ട് നിൽക്കണം, അല്ലെങ്കിൽ പറയാൻ പറ്റൂല. ചന്ദ്രനെ കുറിച്ച് പഠിക്കുമ്പോൾ പഠിക്കാം. സ്ഥിരതി. ചന്ദ്രൻ ലഗ്നത്തിൽ നിന്നാൽ മൂക നോക്കിക്കൊള്ളണം. ഉന്മത്ത ജള അന്ത നീച ബദിര പ്രേഷ്യ. എന്തെങ്കിലും കൊള്ളാമോ വാക്കുകൾ? മൂകത, ഉന്മാദാവസ്ഥ, ജളം ചടഞ്ഞിരിക്കുക, അന്ധത കണ്ണ് കണ്ടുകൂടാത്ത അവസ്ഥ, നീചത്വം, ബദിര സംസാരിക്കാതിരിക്കുക, പ്രേഷ്യ അടുത്തവന് സേവ ചെയ്യാൻ പോവുക. ഇതിലേത് കൊള്ളാം? ഇതാണ് ചന്ദ്രൻ ലഗ്നത്തിൽ നിന്നാലുള്ള ഫലം. ചന്ദ്രൻ ചിങ്ങത്തിൽ നിന്നുള്ള ഫലങ്ങളല്ലേ സാറേ നമ്മളിപ്പോ ഈ തീഷ്ണ, സ്ഥൂല, ധനുർ, വിശാല വദന അതൊക്കെ നമ്മളിപ്പോ പഠിച്ച് ചന്ദ്രൻ ചിങ്ങത്തിൽ നിന്നുള്ള ഫലങ്ങളല്ലേ? ചന്ദ്രൻ ചിങ്ങത്തിൽ നിന്നാലും ചിങ്ങ ലഗ്നം നിന്നാലും ഉള്ള ഫലമാണ് പറഞ്ഞത്. ഞാൻ ഇപ്പം പറഞ്ഞു വന്നത് ചിങ്ങ ലഗ്നക്കാരന് ചന്ദ്രൻ ചിങ്ങത്തിൽ നിന്നാലുള്ള ഫലമാണ് പറഞ്ഞു വന്നത്. ലഗ്നവും ചന്ദ്രനും കൂടെ ഒരുമിച്ച് ലഗ്നത്തിൽ ചന്ദ്രൻ നിന്നാലുള്ള ഫലം അതാണ് ഇപ്പൊ പറഞ്ഞത്. അല്ലാതെ ചന്ദ്രൻ മാത്രമായിട്ട് ചിങ്ങൻ രാശിയിൽ നിന്നാൽ കുഴപ്പമില്ല. ലഗ്നവും കൂടി അവിടെ വരുമ്പോൾ നല്ലതല്ല. ചന്ദ്രൻ ലഗ്നം ചിങ്ങമാകുകയോ ആ ലഗ്നത്തിൽ ചന്ദ്രൻ നിൽക്കുകയോ ചെയ്താലല്ലേ? ഇല്ല, ലഗ്നം ചിങ്ങമായാൽ ഇവിടെ വരുമ്പോൾ വ്യത്യാസമാണ്. ലഗ്നം ചിങ്ങമായാൽ ഈ ഫലം പറയാം. ചന്ദ്രൻ ചിങ്ങത്തിൽ നിന്നാലും ഈ ഫലം പറയാം. ലഗ്നവും ചന്ദ്രനും കൂടി ഒരുമിച്ച് വരുന്നത് അവിടെ നല്ലതല്ല. അതുപോലെ വൃശ്ചിക ലഗ്നം നമ്മൾ ഒരു ഫലം പറയും. വൃശ്ചികത്തിൽ ചന്ദ്രൻ നിന്നാൽ ഒരു ഫലം പറയും. വൃശ്ചിക ലഗ്നവും ലഗ്നത്തിൽ ചന്ദ്രനും നിൽക്കുന്നത് വളരെ ദോഷമാണ്. വളരെ ദോഷമാണ്. അത് എടുത്തു പറയേണ്ട വിഷയം. ലഗ്നത്തിൽ ചന്ദ്രൻ നിന്നാലുള്ള ഫലമാണ് നമ്മൾ പറഞ്ഞു വന്നത്. അത് നല്ലതല്ല. അതേസമയം ലഗ്നത്തിൽ ചന്ദ്രൻ നിൽക്കുകയും അവിടെ വ്യാഴത്തിന്റെ യോഗമോ ദൃഷ്ടിയോ വന്നാൽ വളരെ നല്ലതാണ്. കേസരി യോഗമാണ്. ചന്ദ്രൻ പഠിക്കുമ്പോൾ പഠിക്കാം. വളരെ നല്ലതാണ്. നല്ല ചോദ്യമാണ്. മനസ്സിലായോ? മനസ്സിലായോ? ലഗ്നവും ചന്ദ്രനും കൂടി അതാണ് ആചാര്യൻ പറയുന്നത്. ലഗ്നത്തിൽ ചന്ദ്രൻ നിന്നാലുള്ള ഫലമാണ് ആചാര്യൻ പറഞ്ഞു വരുന്നത്. അത് എല്ലാത്തിനും ബാധകമാണ്. അതേസമയം മേടലഗ്നവും ലഗ്നത്തിൽ ചന്ദ്രനും വന്നാൽ സ്വർഷ അജ ഉച്ചഗതേ ധനി എന്നാണ്. മേടലഗ്നവും ലഗ്നത്തിൽ ചന്ദ്രനും വന്നാൽ സ്വർഷ അജ ഉച്ചഗതേ ധനി ബഹുസുത എന്നൊക്കെ പറയും. സന്താനം കിട്ടും. മേടം ലഗ്നമായി അവിടെ ചന്ദ്രൻ നിൽക്കുക, ഇടവൻ ലഗ്നമായി അവിടെ ചന്ദ്രൻ നിൽക്കുക, കർക്കടകം ലഗ്നമായി അവിടെ ചന്ദ്രൻ നിന്ന് കഴിഞ്ഞാൽ ധനവും സന്താനവും ഒക്കെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ചിങ്ങത്തിനും വലിയ ദോഷം ചെയ്യൂല. കാരണം മേടത്തിനെ പോലുള്ളൊരു സ്വഭാവമാണ് ചിങ്ങത്തിന്. ചന്ദ്രന്റെ ബന്ധുക്ഷേത്രം. അതുകൊണ്ട് വലിയ കുഴപ്പം ചെയ്യൂല. പക്ഷേ കുംഭലഗ്നം അവിടെ ചന്ദ്രൻ, മകരലഗ്നം അവിടെ ചന്ദ്രൻ, വൃശ്ചിക ലഗ്നം അവിടെ ചന്ദ്രൻ, തുലാലഗ്നം അവിടെ ചന്ദ്രൻ, കന്നി ലഗ്നം അവിടെ ചന്ദ്രൻ, മിഥുന ലഗ്നം അവിടെ ചന്ദ്രൻ, ഇങ്ങനെയൊക്കെ നിൽക്കുന്നത് നല്ലതല്ല. ചന്ദ്രന്റെ ബന്ധുക്ഷേത്രത്തിലോ ഉച്ചത്തിലോ സ്വക്ഷേത്രത്തിലോ ആയി ലഗ്നത്തിൽ ചന്ദ്രൻ നിൽക്കുന്നത് വലിയ ദോഷം ചെയ്യില്ല. ഇപ്പം മേടത്തില് ചന്ദ്രൻ നിന്ന് കഴിഞ്ഞാൽ ചന്ദ്രന്റെ ബന്ധുക്ഷേത്രമാണ് മേടം. ഇടവം ചന്ദ്രന് ഉച്ചം, കർക്കടകം സ്വക്ഷേത്രം, ചിങ്ങം ബന്ധുക്ഷേത്രം, ധനു ബന്ധുക്ഷേത്രം, മീനം ബന്ധുക്ഷേത്രം. അവിടെയൊക്കെ എന്നാൽ വലിയ ദോഷം ചെയ്യില്ല. നിന്ന് ലഗ്നവും വന്നാൽ
ചന്ദ്രനും ചന്ദ്രനും കൂടി ഒരുമിച്ച്. ചന്ദ്രന്റെ ബലം കൂടി നോക്കിക്കൂടെ? അതാ പറഞ്ഞ അതുകൂടി നോക്കണം നമ്മൾ. അതാണ് ആചാര്യൻ പറയുമ്പോൾ ഒറ്റ വാക്കിൽ പറഞ്ഞുകൊണ്ട് പോകും. ചന്ദ്രന് ബലവും കൂടി നോക്കണം. ചന്ദ്രന് പ്രധാനം പക്ഷം. അതുകൊണ്ടാണ് ശുഭന്റെ കൂട്ടത്തിലും ചന്ദ്രനെ കയറ്റൂല, പാപന്റെ കൂട്ടത്തിലും ചന്ദ്രനെ കയറ്റൂല. പഠിച്ചു പോകുമ്പോൾ ശുഭൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ബുധൻ, വ്യാഴം, ശുക്രനെ പറഞ്ഞിട്ടൊക്കെ പോകും. പാപം പറയുമ്പോൾ ചൊവ്വ, ശനി, സൂര്യൻ, രാഹു കയറും. ചന്ദ്രനെ കൂട്ടുകയില്ല. ചന്ദ്രൻ വ്യക്തമായിട്ട് ഹോരയിൽ പറയുന്നുണ്ട്, ബുധ സൂര്യ സുതവും നമ്പും അർക്ക മഹീസുത അർക്കതനയ ക്ഷീണയന്തു അർക്ക മഹീസുത അർക്കതനയ പാപാകാന്ന്. ക്ഷീണയന്തു അർക്ക മഹീസുത അർക്കതനയ പാപാക. ക്ഷീണയന്തു ക്ഷീണചന്ദ്രനും അർക്കനും സൂര്യനും മഹീസുതൻ ചൊവ്വയും അർക്കതനയ ശനിയും പാപാഹ പാപന്മാരാകുന്നു. അപ്പോൾ ക്ഷീണചന്ദ്രൻ പാപനാണ്. ഇപ്പൊ മനസ്സിലായോ? പക്ഷബലം വേണമല്ലേ? പക്ഷബലം ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യൂല. ഒരു ശ്ലോകത്തിന് എല്ലാം കിട്ടൂല, എല്ലാം കൂടി ഒരുമിച്ചെടുക്കണം. അപ്പോൾ ചന്ദ്രന് പക്ഷബലം ഉണ്ടെങ്കിൽ ശുഭനാണെന്ന് അർത്ഥം. പക്ഷബലമില്ലാത്ത ക്ഷീണയന്തു വ്യക്തമായിട്ട് കോരയിലാണ് പറയുന്നത്. ഭയങ്കരപ്പെട്ട ശ്ലോകമാണത്. ക്ഷീണയന്തു അർക്ക മഹീസുത അർക്കതനയ പാപാഹ. അപ്പോൾ ശുക്ലപക്ഷ ചന്ദ്രൻ, പൗർണമി ചന്ദ്രൻ, പൂർണ്ണചന്ദ്രനായാൽ ശുഭൻ എന്നർത്ഥം. അതുകൊണ്ടാണ് ചന്ദ്രന് ഒരിടവും പിടിച്ചു കയറ്റാത്തത്. ചന്ദ്രൻ നേരെ നിൽക്കണം. ശരി, അടുത്തത് സ്ഥിരതി. സ്ഥിരമായ ബുദ്ധി, അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും വ്യക്തമായ കാഴ്ചപ്പാടും ബുദ്ധിയും ഉള്ളവരായിരിക്കും. വ്യക്തമായ കാഴ്ചപ്പാടും ബുദ്ധിയും ഉള്ളവരായിരിക്കും. അടുത്ത സുഗർവി ദമന. ആത്മാഭിമാനം ഉള്ളവരായിരിക്കും. അത് ഇവരുടെ പ്രത്യേകതയാണ്. സുഗർവി ദമന, ആത്മാഭിമാനം ഉള്ളവരായിരിക്കും. സുഗർവി ദമന, ആത്മാഭിമാനമുള്ളവരായിരിക്കും. മാതൃവിധേയോ, അമ്മയോട് പ്രത്യേക വാത്സല്യമുള്ളവരാണ്, സ്നേഹമുള്ളവരാണ്. അത് വളരെ കൃത്യമാണ്. അമ്മയുടെ അടുത്ത് ഭയങ്കര സ്നേഹമായിരിക്കും. നമ്മളൊരു കുട്ടി, ഒരു കൊച്ചുകുട്ടി പഠിക്കുന്നില്ല, ഒന്നും പഠിക്കുന്നില്ല, നമ്മളെ മുമ്പേ കൊണ്ടുവന്നു ചിങ്ങാലേഖനമാണ്, ആര് പറഞ്ഞാലും കേൾക്കുന്നില്ല. നിങ്ങൾ എന്ത് പറയും? പറഞ്ഞു നോക്കാം. അമ്മ പറയാൻ പറയും. അമ്മയുടെ അടുത്ത് പറയാൻ പറഞ്ഞാൽ മതി. ഇതൊക്കെയാണ് ഇതിൽ നിന്ന് കിട്ടുന്ന കാര്യം. അമ്മ പറഞ്ഞാൽ അവൻ കേൾക്കും. അത് കേൾക്കൂല എന്ന് പറയണ്ട, നിങ്ങളൊക്കെ പറഞ്ഞു നോക്കി എന്ന് തറപ്പിച്ച് പറയണം. അമ്മ പറഞ്ഞാൽ കേൾക്കും. അതൊക്കെയാണ് നമ്മൾ ഫലം പറയുമ്പം വരേണ്ട കാര്യം. ഇതൊക്കെയാണ്. ഇനി അടുത്ത എഴുതിക്കൊള്ളും എൻ്റെ താഴെ. ചിങ്ങം രാശിയുടെ അധിപൻ സൂര്യൻ ഉച്ചം ഭവിക്കുന്നത് അതിൻ്റെ 9ാം ഭാവമായ മേടൻ രാശിയിൽ. അതിന് ഉച്ചം ഭവിക്കുന്നത് അതിൻ്റെ 9ാം രാശിയായ, അതിൻ്റെ എന്ന് പറഞ്ഞാൽ ചിങ്ങത്തിൻ്റെ 9ാം രാശിയായ മേടത്തിലാണ്. ആത്മജ്ഞാനത്തിൻ്റെയും
ആത്മജ്ഞാനത്തിന്റെയും ഭാഗ്യത്തിന്റെയും സ്ഥാനമാണ് 9. ഭാഗ്യത്തിന്റെയും സ്ഥാനമാണ് 9. അതുകൊണ്ട് പിതാവിനെ കുറിച്ച് എന്തെങ്കിലും പിതാവിന് നല്ലതാണ്. അതുകൊണ്ടാണ് ആത്മാഭിമാനം ഉള്ളവരെന്ന് പറഞ്ഞത്. അടുത്ത ലൈനിൽ 3-ാം ഭാവമായ തുലാത്തിൽ നീചം. അതുകൊണ്ട് സഹോദരങ്ങൾ, അയൽക്കാർ, കൂട്ടുകാരിൽ നിന്ന് അമളികൾ ഉണ്ടാകാൻ ഇടവരും. സഹോദരങ്ങൾ, അയൽക്കാർ, കൂട്ടുകാരിൽ നിന്ന് അമളികൾ ഉണ്ടാകാൻ ഇടവരും. ഇപ്പോൾ ഇന്നത്തേക്ക് മതിയല്ല. ഇനി സൂര്യൻ ഓരോ പാവത്തിൽ നിന്നാലുള്ള ഫലങ്ങൾ കൂടി പഠിക്കണം. പഠിച്ചാലേ ക്ലിയർ ആവുള്ളൂ. അത് കോര നോക്കി പറഞ്ഞു തന്നാൽ പഠിക്കാൻ പറ്റും. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഇന്ന് പഠിച്ചത് ശ്ലോകം പറഞ്ഞതിൽ എന്തെങ്കിലും വിഷമമുണ്ടോ ആർക്കെങ്കിലും? ഇല്ല സാറേ. ഇല്ലല്ലോ. ഇല്ല സാറേ, പുസ്തകം അത് വാങ്ങിയിട്ട് പഠിക്കുക കുറച്ചും കൂടെ നന്നായിരിക്കും തോന്നുന്നു. അടുത്ത തവണത്തേക്ക് അത് മേടിച്ചു വെക്കാം. സാറ് പറഞ്ഞത് പോരാന്ന് പറഞ്ഞ പുസ്തകമല്ലേ പറഞ്ഞത്? പ്രമാണ ശ്ലോകം. മൂലശ്ലോകങ്ങളുണ്ട്. അതൊന്ന് ശ്ലോകം മാത്രമേ കാണൂ. പഞ്ചാംഗം അവിടെ കാണും. അല്ല സാർ, അപ്പൊ ഇതിന്റെ വ്യാഖ്യാനം ഉണ്ടാവില്ല, ശ്ലോകം മാത്രമേ ഉള്ളൂ? അതില് വ്യാഖ്യാനം ഉണ്ടാവില്ല. പിന്നെ വ്യാഖ്യാനമാണെങ്കിൽ അവിടെ ഒന്ന് വായിച്ചാൽ ഫോട്ടോ ഗ്രൂപ്പിൽ ഫോട്ടോ ഒന്ന് വായിച്ചു വയ്ക്കും. നല്ല രസമാണ്. ഒന്ന് മ്യൂട്ട് ചെയ്യണം. നല്ല രസകരമായിട്ട് പഠിക്കാം. ശ്ലോകം കൂടി കേട്ടിട്ട് ഇന്ന് തന്നെ ഒരു 2-3 പ്രാവശ്യം വായിക്കാന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ മറക്കുകയില്ല. ശ്ലോകത്തിനോടുകൂടി ഭയങ്കര ഒരു ക്രൈസ് ഉണ്ടാവും. ഇത് ശ്ലോകം പഠിക്കാൻ പാടെന്ന് പറയുന്നത് പറഞ്ഞുതരാൻ ആളില്ലാത്തതുകൊണ്ടാണ്. ഇതെങ്ങനെ പിരിച്ചെടുക്കണമെന്നുള്ള അറിഞ്ഞുകൂടാ. പിരിച്ചെടുക്കാൻ ഒരാൾ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഒരു കഷ്ടവുമില്ല. കൊച്ചു കുട്ടിയൊക്കെ പഠിക്കാനേ ഉള്ളൂ. പഠിച്ചാൽ ഒരു അസർട്ടാണ്, നിർബന്ധമില്ല. ശരി, അപ്പോൾ ഇന്നത്തേക്ക് മതി. എല്ലാവർക്കും നമസ്കാരം, നന്ദി. നമസ്കാരം. നമസ്കാരം.